എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ നമുക്കൊരു മൊഡ്യൂളിൽ 5 മാർക്കാണ് അല്ലേ നമുക്ക് സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. എത്ര മാർക്കിൻ്റെയാണ്? 5 മാർക്കിനാണ് ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ SCRT നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം കംപ്ലീറ്റ് ആക്കണം. അപ്പോൾ നമ്മൾ ഇന്ന് 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള SCRTയിൽ ഭരണഘടനയിൽ നിന്നുള്ള എല്ലാ ക്വസ്റ്റ്യനും ഒരു പോയിന്റ് പോലും വിടാതെ നമ്മൾ എന്ത് ചെയ്യണം? ചർച്ച ചെയ്യണം. അപ്പോൾ തീർച്ചയായിട്ടും ക്ലാസ്സുകൾ ഉപകാരപ്പെടുത്തുക. ആദ്യം ഇത് പഠിച്ചു കഴിയുക. നമ്മൾ അതുപോലെ ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇപ്പം നമ്മളിന്ന് 5 മാർക്കിനുള്ളത് നമ്മൾ ഇന്ന് പഠിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഡെയിലി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ അതിൽ നിന്ന് ഭരണഘടനയിൽ നിന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻ വന്നു, എന്തൊക്കെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്നും PSC ആവർത്തിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? പരിചയപ്പെടണം അല്ലേ? അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ഡെയിലി അതുപോലെ ഒരു ഡെയിലി ഇപ്പോൾ 2023 ക്വസ്റ്റ്യൻ പേപ്പർ LGS നിലവാരത്തിൽ ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഉപകാരപ്പെടുത്തണം. ഡെയിലി ഓരോ പ്രീവിയസ് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്ത് വരുന്നുണ്ട്. 2023 LGS നിലവാരവും അതുപോലെ LD നിലവാരം +2 എല്ലാം കഴിഞ്ഞ ശേഷം 2022 എടുക്കാം. അത് കഴിഞ്ഞിട്ട് 2021 വരാം കേട്ടോ. അപ്പോൾ ഇതും കൂടി ആകുമ്പോഴേക്കും എന്താവും? നമുക്ക് ഭരണഘടനയിൽ നിന്നുള്ള മാർക്ക് നമ്മുടെ കൈകളിൽ സേഫ് ആയിരിക്കും. ഇരുന്ന് നമ്മളിങ്ങനെ ഒരുപാട് ആഴത്തിൽ ഇങ്ങനെ പഠിച്ചു നമുക്കൊന്നും മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയില്ല. നമ്മൾ അതിന്റെ എന്താണ് സിസ്റ്റമാറ്റിക് ആയിട്ട് PSC ഏത് രീതിയിൽ ചോദിക്കുന്നു എന്നുള്ളത് നമ്മൾ കണ്ടെത്തിയിട്ട് വേണം നമ്മൾ അതിലൂടെ പഠിക്കാൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം നമുക്ക് SCRT കൊണ്ട് കംപ്ലീറ്റ് ആക്കാം കേട്ടോ. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള SCRT ഫുൾ കംപ്ലീറ്റ് ആക്കിയ ശേഷം നമുക്ക് എന്ത് ചെയ്യാം? +1ലെയും +2ലെയും കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന ഓരോ ലെസൺസ് നമുക്ക് ഡെയിലി എടുത്തു പോകാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിന്ന് 5ാം ക്ലാസ്സിലെ അധ്യായം 3 നമ്മുടെ കുടുംബം, ഇത് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന ഭാഗമാണ്. നമുക്ക് നോക്കാം. എന്നിലൂടെ എന്ന കവിത ആരുടേതാണ്? കുഞ്ഞുണ്ണി മാഷിൻ്റെതാണ്. എന്നിലൂടെ എന്ന കവിത ആരുടേതാണ്? കുഞ്ഞുണ്ണി മാഷ്. അതിലെങ്ങനെയാണ് അതിലെ വരികള്? ഞാൻ കുഞ്ഞുണ്ണി, എൻ്റെ അമ്മ നാരായണി അമ്മ, അമ്മമ്മ പാറുക്കുട്ടി അമ്മ, അങ്ങനെ വരുന്ന വരിയാണ് ഇതിൽ പറയുന്നത് കുഞ്ഞുണ്ണി എന്ന കവിതയില് പറയുന്നത്. അപ്പൊ അത് ആരുടെയാണ്? കുഞ്ഞുണ്ണി മാഷിന്റെയാണ്. ചോദ്യം വരും, എന്നിലൂടെ എന്ന കവിത ആരുടേതാണ്? ആരുടേതാണ്? കുഞ്ഞുണ്ണി മാഷ്. കുടുംബാംഗങ്ങൾക്കിടയിൽ സ്നേഹപൂർവമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് കുടുംബത്തിന്റെ ധർമ്മം. ഇത് പറഞ്ഞത് ഓക്ബേൺ. ആരാണ്? ഓക്ബേൺ. മനസ്സിലായല്ലോ? എന്താണ് ഓക്ബേണിന്റെ വാക്ക്? കുടുംബാംഗങ്ങൾക്കിടയിൽ സ്നേഹപൂർവമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് കുടുംബത്തിന്റെ ധർമ്മം. ഇത് പറഞ്ഞത് ഓക്ബേൺ. രണ്ടെണ്ണം മറക്കരുത്, അത്ര ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് സ്റ്റാൻഡേർഡ് 5ലെ തന്നെ ലെസൺ ഏതാണ്? 9 കേട്ടോ. ജനങ്ങൾക്ക് വേണ്ടി. സ്റ്റാൻഡേർഡ് 5ആണ് കേട്ടോ. 5ാം ക്ലാസ്സിൽ തന്നെയാണ്. ജനങ്ങൾക്ക് വേണ്ടി. നമുക്ക് ഡെമോക്രാറ്റിയ അല്ലെ? നമുക്കറിയാം ഡെമോക്രസി എന്ന് പറയുന്നത് എന്താണ്? ജനാധിപത്യം അല്ലെ? ഡെമോക്രസി, ജനാധിപത്യം. ഇത് ഒരു ഇംഗ്ലീഷ് പദമാണ്. ഡെമോക്രസി എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇംഗ്ലീഷ് പദമാണ് അല്ലെ? ഡെമോക്രസി എന്നത് ഇംഗ്ലീഷ് പദമാണ്. ഡെമോക്രസിന്റെ കറക്റ്റ് മലയാളം അർത്ഥമാണ് ജനാധിപത്യം. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഡെമോക്രസി എന്ന വാക്ക് എങ്ങനെയാണ് ഉണ്ടായത്? ഈ ഡെമോക്രാറ്റിയ എന്ന ഗ്രീക്ക് പദം ചോദ്യം വരും. ഗ്രീക്ക്, ലാറ്റിൻ എന്നൊക്കെ ചോദ്യങ്ങൾ വരും, ശ്രദ്ധിക്കണം. ഡെമോക്രാറ്റിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഏത് പദം ഉണ്ടായത്? ഡെമോക്രസി, അതായത് ജനാധിപത്യം എന്ന പദം ഉണ്ടായത്. ഡെമോക്രാറ്റിയ, അതായത് ഡെമോക്രാറ്റിയ എന്നുള്ളത് ഏത് പദമാണെന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഏതാണ്? ഗ്രീക്ക് പദമാണ്. അതില് ഡെമോസ് പറഞ്ഞാൽ എന്താണ്? ജനം. എന്താണ്? ഡെമോസ് എന്ന് പറഞ്ഞാൽ ജനം എന്നാണ്. പിന്നെയോ ക്രാറ്റസ് എന്ന് പറയുമ്പോൾ അവിടെ അധികാരം, അങ്ങനെയാണ് കേട്ടോ. അതായത് ജനങ്ങളുടെ അധികാരം. പഠിച്ചു. ഇനി ഇതിൽ നിന്നാണ് എന്താണ് ഡെമോക്രസി എന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായത്. ഗാന്ധിജി, നമ്മൾ ഈ ലെസണിൽ ഗാന്ധിജിയുടെ ഒരു കോട്ടുണ്ട്, എബ്രഹാം ലിങ്കന്റെ ഒരു കോട്ടുണ്ട്, അമർത്യാസന്റെ കോട്ടുണ്ട്. ഈ 3 കോട്ടും നിങ്ങൾ പഠിക്കണം കേട്ടോ. അല്ല, ഗാന്ധിജി പറഞ്ഞ വാക്കാണ് ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം. ജനാധിപത്യ ഭരണം എന്ന് പറയുമ്പോൾ അതായത് അധികാരികളുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ചിട്ട് ആയിരിക്കരുത്. ആരുടെ ആയിരിക്കണം? ജനാധിപത്യം പറയുമ്പോൾ ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം. പഠിച്ചു. ഇനി നമ്മൾ രണ്ടാമത് എബ്രഹാം ലിങ്കന്റെ വാക്കാണ് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം. എങ്ങനെയാണ്? ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം. അത് ആരുടെ വാക്കാണ്? എബ്രഹാം ലിങ്കന്റെ. അത് അമർത്യാസന്റെ. ആഗോള ആദരവ് പിടിച്ചുപറ്റുന്ന ഏക ഭരണ സംവിധാനം
ജനാധിപത്യമാണ്. ആഗോള ആദരവ് പിടിച്ചുപറ്റുന്ന ഏക ഭരണ സംവിധാനം ജനാധിപത്യമാണ്. അപ്പൊ പഠിക്കണം, ഡെമോക്രാറ്റിയ എന്നുള്ളത് ഇംഗ്ലീഷ് പദത്തിൽ നിന്നാണ് ഡെമോക്രസി എന്ന പദം ഉണ്ടായത്. ഇതിൽ ഈ ലെസണിൽ ജനങ്ങൾക്ക് വേണ്ടി എന്ന ലെസണിൽ 3 പേരുടെ കോട്ട് ഉണ്ട്. 1 ഗാന്ധിജിയുടേതും, 2 എബ്രഹാം ലിങ്കന്റെയും, 3 അമർത്യാസെന്റെയും. പഠിച്ചു കഴിഞ്ഞല്ലോ. ഇനി എന്താണ് നിയമവാഴ്ച? ഈ ലെസണിൽ തന്നെ പറയുന്നുണ്ട് എന്താണ് നിയമവാഴ്ച. ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞു കേട്ടോ. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ചോദിച്ചു കഴിഞ്ഞു. നേരത്തെ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞ നമ്മൾ സ്ലൈഡുകളിലും എല്ലാ ക്വസ്റ്റ്യൻസും ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ്. നിയമവാഴ്ച എന്നത് താഴെ സ്റ്റേറ്റ്മെന്റ് ഈ 3 തന്നു. ഈ 3 തന്നിട്ട് അതിൽ വേറെ ഒന്നുകൂടി ആഡ് ചെയ്തു. അതിൽ നിയമവാഴ്ചയിൽ ഉൾപ്പെടാത്തതാണ്. എന്നിട്ട് അതിൽ ഉൾപ്പെടാത്തത് ഏതെന്ന് സ്റ്റേറ്റ്മെന്റിൽ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ്. നിയമങ്ങൾ അനുസരിക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട്. ആരും നിയമത്തിന് അതീതരല്ല. ഇതാണ് നിയമവാഴ്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി പരോക്ഷ ജനാധിപത്യത്തിന് ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ്? സംസ്ഥാന നിയമസഭ, പാർലമെന്റ്. എന്താണ്? പ്രത്യക്ഷ ജനാധിപത്യവും ഉണ്ട്, പരോക്ഷ ജനാധിപത്യവും ഉണ്ട്. 2 തരം ജനാധിപത്യമാണ് നമ്മുടെ ഇന്ത്യയിൽ. അതിൽ പ്രത്യക്ഷ ജനാധിപത്യം അതെങ്ങനെയായിരിക്കും? ജനങ്ങള് നേരിട്ട് തെരഞ്ഞെടുക്കും. ഇപ്പൊ നമ്മുടെ പഞ്ചായത്തുകളിൽ ഒരു വാർഡ് മെമ്പറെ തെരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? നമ്മളാണ് തെരഞ്ഞെടുക്കുന്നത് അല്ലെ? അത് ജനങ്ങൾ നേരിട്ട് തെരഞ്ഞെടുക്കുന്ന ആൾക്കാരാണ്. അത് ഏത് വരും? പ്രത്യക്ഷത്തിൽ വരും. എങ്കിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത് എങ്ങനെയായിരിക്കും? അത് പരോക്ഷ ജനാധിപത്യമാണ് അല്ലെ? പരോക്ഷ ജനാധിപത്യം. നമ്മൾ ജനങ്ങൾ വോട്ട് ചെയ്യുന്നുണ്ടോ പ്രസിഡന്റിന് പോയിട്ട്? ഇല്ല. അവിടെ അംഗങ്ങൾ, എത്ര വാർഡ് മെമ്പർമാർ, അതിൽ അംഗങ്ങളിൽ നിന്ന് അവിടെ ഉള്ളവർ ചേർന്ന് ആരിനെ തെരഞ്ഞെടുക്കും? അവിടെ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കും. അതിൽ ജനങ്ങൾ നേരിട്ട് ഇടപെടുന്നില്ല അല്ലെ? അവിടെ എന്താണ്? അതൊരു പരോക്ഷ ജനാധിപത്യം. ആ ഒരു ഉദാഹരണം മനസ്സിലാക്കി വെക്കുക. വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നത് ആരാണ്? ഗ്രാമസഭ കൂടുക എന്ന് പറയാറുണ്ട് അല്ലെ? വാർഡ് സഭകളിലെ നേതൃത്വം വാർഡുകളിൽ ആർക്കായിരിക്കും? വാർഡുകളിലെ നേതൃത്വം വാർഡ് മെമ്പർമാർക്കായിരിക്കും. അതേപോലെ ഈ വാർഡ് സഭയുടെ നേതൃത്വം നഗരങ്ങളിൽ ആരാണ്? അത് കൗൺസിലറാണ് കേട്ടോ. അവിടെ ക്വസ്റ്റ്യൻ വരും. മേയർ നമുക്ക് പഠിക്കാറുണ്ട് അല്ലെ? മുനിസിപ്പാലിറ്റികളിലൊക്കെ പഠിക്കാറുണ്ട്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം. നഗരങ്ങളിലാകുമ്പോൾ അത് കൗൺസിലറാണ്. വാർഡുകളില് വാർഡ് സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് വാർഡ് മെമ്പർ ആണെങ്കിൽ, നഗരങ്ങളിൽ വാർഡ് സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് ആരാണ്? കൗൺസിലറാണ്. ഈ ഒരു ജനാധിപത്യം എന്ന് പറയുമ്പോൾ അവിടെ ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയായിരിക്കും? ഒന്ന് നിയമവാഴ്ച, പിന്നെ അവകാശങ്ങൾ, സാമൂഹിക സാമ്പത്തിക നീതി, മാധ്യമങ്ങൾ, പ്രതിപക്ഷം. ഇതൊക്കെ എന്താണ്? ഒരു ജനാധിപത്യത്തിന് ആവശ്യമായിട്ടുള്ള ഘടകങ്ങളാണ്. ഇപ്പൊ പ്രതിപക്ഷം എന്ന് പറയുമ്പോൾ ഭരണപക്ഷം ഭരിക്കുന്നത് ശരിയല്ല എങ്കിൽ അവിടെ എതിർക്കാൻ ആര് വേണം? പ്രതിപക്ഷം വേണമല്ലേ? എങ്കിലേ അവിടെ ജനങ്ങൾക്ക് എന്താണ്? അനുകൂലമായിട്ട് ഒരു കാര്യങ്ങൾ നടന്നു വരികയുള്ളൂ. പിന്നെ ചെയ്യുന്ന കാര്യങ്ങൾ എന്തെങ്കിലും അത് പുറത്ത് കാണിക്കാൻ ആര് വേണം? അത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്താലേ ജനങ്ങൾ അറിയുള്ളൂ. അവിടെ മാധ്യമങ്ങളുടെ സഹായം വേണം. പിന്നെ സാമൂഹിക സാമ്പത്തിക നീതി, എല്ലാ മേഖലയിലും നീതി ഉറപ്പാക്കിയാൽ മാത്രമേ അതും ജനങ്ങൾക്ക് അനുകൂലമായിട്ട് വരുള്ളൂ. ജനങ്ങൾക്ക് അവകാശങ്ങൾ വേണ്ടേ? അവകാശങ്ങൾ നേടിയെടുക്കണം. പിന്നെ നിയമവാഴ്ച. എന്താണ് നിയമവാഴ്ച? നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് അല്ലെ? നമ്മൾ 3 കാര്യങ്ങൾ അത് പഠിച്ചു. അപ്പൊ എന്തൊക്കെയാണ് ജനാധിപത്യത്തിന് ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ? നിയമവാഴ്ച, അവകാശങ്ങൾ, സാമൂഹിക സാമ്പത്തിക നീതി, മാധ്യമങ്ങൾ, പ്രതിപക്ഷം. ഇതൊക്കെ എന്താണ്? ജനാധിപത്യത്തിന് ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ. സ്റ്റേറ്റ്മെന്റ് ലെവലിൽ ചോദ്യം വരുമ്പോൾ ഇടയിൽ ഇല്ലാത്തതൊക്കെ തരാം. അപ്പോൾ ഉള്ളത് എന്ത് ചെയ്യുക? നല്ല രീതിയിൽ പഠിക്കുക. ഇനി അങ്ങനെ നമ്മൾ 5ാം ക്ലാസ്സിലെ ലെസൺ കഴിഞ്ഞു. നമ്മൾ 6ാം ക്ലാസ്സിൽ എത്താണ്. നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് എല്ലാ ഭരണഘടനയ്ക്ക് എല്ലാം പഠിക്കണ്ട. നമ്മൾ ഭരണഘടനയിൽ ഓരോ ലെസൺസ് പറഞ്ഞിട്ടുണ്ട്. ആ ലെസൺസ് എടുത്തിരിക്കുകയാണ്. ഇനി സ്റ്റാൻഡേർഡ് 6 അധ്യായം 10 ജനാധിപത്യവും അവകാശങ്ങളും. അതിൽ ആദ്യം തന്നെ നെൽസൺ മണ്ടേലയുടെ ഒരു കോട്ട് ഉണ്ട്, ശ്രദ്ധിക്കണം. രാജ്യത്തെ എല്ലാം ചോദ്യം വരും. ഇങ്ങനെ തന്നിട്ട് ചിലപ്പോൾ ഇതുവരെ തന്നിട്ട് ചോദിക്കുന്നത് ആരുടേതാണ് എന്ന് ചോദിക്കാം. അപ്പൊ ഫസ്റ്റത്തെ പോയിന്റ് ശ്രദ്ധിക്കുക. രാജ്യത്തെ എല്ലാ മേൽക്കോയ്മകൾക്കും എതിരായിട്ടാണ് ഞാൻ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. സ്വാതന്ത്ര്യവും ജനാധിപത്യവും സഹവർത്തിത്വവും സമത്വവുമുള്ള ഒരു രാഷ്ട്രത്തിന് വേണ്ടിയാണ് നാം പടവെട്ടുന്നത്. ഇത് നേടിയെടുക്കുകയാണ് എൻ്റെ ലക്ഷ്യം. ജനാധിപത്യ വ്യവസ്ഥയിൽ നിങ്ങളും ഞങ്ങളും തുല്യരാണ്. ആരുടെ വാക്കുകളാണ്? ആരുടെയാണ്? നെൽസൺ മണ്ടേല. നെൽസൺ മണ്ടേലയുടെ കോട്ട് ശ്രദ്ധിക്കണേ. ഇനി
നെൽസൺ മണ്ടേലയെ കുറിച്ചിട്ട് നമുക്ക് വ്യക്തമായിട്ട് പഠിക്കാം. ഇനിയിപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഇങ്ങനെ നെൽസൺ മണ്ടേല ഒരു 3-4 പോയിന്റ് തന്നിട്ട് ഇതിലെ ശരിയായിട്ടുള്ളത് ഏത് അല്ലെങ്കിൽ തെറ്റായത് ഏത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ആൻസർ ചെയ്യാനായിട്ട് നമുക്ക് കഴിയണം. നമുക്ക് നെൽസൺ മണ്ടേല നമുക്ക് SRT പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ. അദ്ദേഹം ഏത് ഗോത്ര വിഭാഗമാണ്? കസോസ എന്ന ഗോത്ര വിഭാഗമാണ്. ഏതാണ്? കസോസ എന്ന ഗോത്ര വിഭാഗത്തിലാണ് അദ്ദേഹം വരുന്നത്. ജനിച്ചത് 1918 ജൂലൈ 18-നാണ്. 1918 ജൂലൈ 18-നാണ്. മരണം എപ്പോഴായിരുന്നു? 2013 ഡിസംബർ 5-നാണ്. 2013 ഡിസംബർ 5-ന് അദ്ദേഹം മരിച്ചു. പിന്നെ അദ്ദേഹം ജയിലിലായിരുന്നു അല്ലേ? ദക്ഷിണാഫ്രിക്കയിലെ ജയിലിലായിരുന്നു. ആ ജയിൽ മോചിതനായത് 1990 ഫെബ്രുവരി 11-നാണ്. അദ്ദേഹം ജയിൽവാസത്തിൽ നിന്ന് ജയിൽ മോചിതനായത്. അതായത് അദ്ദേഹം 27 വർഷത്തോളം എവിടെയായിരുന്നു? ജയിലിലായിരുന്നു. അദ്ദേഹം 1990 ഫെബ്രുവരി മാസം 11-ാം തീയതിയാണ് ജയിലിൽ മോചിതനായത്. അദ്ദേഹം ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റായി. അതിനുശേഷം 90 കഴിഞ്ഞ ജയിൽ മോചിതനായതിനു ശേഷം അങ്ങനെ 1994 ആയപ്പോൾ 4 വർഷം കഴിഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്യണം? ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റ് ആയിട്ട് നെൽസൺ മണ്ടേല വരികയാണ് മെയ് 10-ന്. അങ്ങനെ മെയ് 10 മണ്ടേല ദിനം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ജൂലൈ 18 മണ്ടേല ദിനം. ജൂലൈ 18 എന്താണ്? അദ്ദേഹം ജനിച്ചത് അല്ലെ? ജൂലൈ 18. അതുകൊണ്ട് മണ്ടേല ദിനം ജൂലൈ 18 ആയിട്ട് ആചരിക്കുന്നു. അദ്ദേഹം നീഗ്രോ വംശജർക്ക് വേണ്ടിയിട്ടാണ് പോരാടിയത്. ഏത് വംശജർക്കാണ്? നീഗ്രോ വംശജർക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം പോരാടിയത്. അദ്ദേഹത്തിന്റെ സംഘടന ഏതാണ്? ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ്. അദ്ദേഹത്തെ മുൻനിരയിൽ പ്രവർത്തിച്ച അദ്ദേഹം ഏത് സംഘടനയിലാണ് മുൻനിരയിൽ പ്രവർത്തിച്ചത് എന്ന് ചോദിച്ചാൽ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിലാണ്. ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിലാണ്. എന്തൊക്കെ പഠിച്ചു? ഏത് ഗോത്ര വിഭാഗത്തിലാണ്? കസോസ ഗോത്ര വിഭാഗം. ജനനം 1918 ജൂലൈ 18-ന്. മരണം 2013 ഡിസംബർ 5-നാണ്. അദ്ദേഹം ജയിൽ മോചിതനായത് 1990 ഫെബ്രുവരി 11-നാണ്. ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റായിട്ട് 4 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം 1994 മെയ് 10-ന് അധികാരത്തിലേറുകയാണ്. മണ്ടേല ദിനം ജൂലൈ 18-ആണ് ആചരിച്ചു വരുന്നത്. അദ്ദേഹം നീഗ്രോ വംശജർക്ക് വേണ്ടിയിട്ടാണ് പോരാടിയത്. അദ്ദേഹം ഏത് സംഘടനയുടെ മുൻനിര പോരാളിയായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻനിര പോരാളിയായിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. ഈ ഭൂട്ടാൻ എന്ന രാജ്യത്ത് എങ്ങനെയായിരുന്നു ഗവൺമെന്റ്? ഇപ്പൊ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന സമയത്ത് അവിടെ നമുക്ക് ജനാധിപത്യ ഭരണമാണ് അല്ലെ? ഇവിടെ എങ്ങനെ? ജനാധിപത്യ ഗവൺമെന്റ് എന്നാണ് പറയാ. ഇവിടെ എങ്ങനെയാണ് പറയാ? നമ്മുടെ ഇന്ത്യയിലെ ജനാധിപത്യ ഗവൺമെന്റ് ആണ്. എങ്കിൽ ഭൂട്ടാനിൽ എങ്ങനെയാണ്? ഭരണഘടനാപരമായിട്ടുള്ള രാജവാഴ്ചയായിരുന്നു അവിടുത്തെ ഗവൺമെന്റിന്റെ രൂപം. ഭൂട്ടാൻ ഭരണഘടനാപരമായ രാജവാഴ്ച. ഇന്ത്യയിലോ ജനാധിപത്യ ഭരണം. ബ്രൂണൈ എന്ന രാജ്യത്ത് സുൽത്താൻ ഭരണം. മ്യാൻമാറിലെ പട്ടാള ഭരണം ചോദിക്കും ട്ടോ. പൗരന് ഉറപ്പ് നൽകുന്ന അവകാശങ്ങളുടെ പട്ടികയാണ് അവകാശ പത്രിക എന്ന് പറയുന്നത്. നമ്മൾ ഓരോരുത്തർക്കും ഉറപ്പ് നൽകുന്ന അവകാശങ്ങളുടെ പട്ടിക എന്ത് പറയും? അവകാശ പത്രിക എന്ന് പറയുന്നുണ്ട്. ഈ അവകാശ പത്രികയാണ് ഇന്ന് എന്ത് അറിയപ്പെടുന്നത്? മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് 6 മൗലിക അവകാശങ്ങളുണ്ട് അല്ലെ? അത്രയാണ് 6 മൗലിക അവകാശങ്ങളുണ്ട്. ആ 6 മൗലിക അവകാശങ്ങളുടെ പട്ടികയെ പറയുന്നതാണ് ഇത് അവകാശ പത്രിക എന്ന് പറയുന്നത്. സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം യുണൈറ്റഡ് നേഷൻ ഐക്യരാഷ്ട്ര സംഘടന അല്ലെ? ഐക്യരാഷ്ട്ര സംഘടന അതായത് UNO സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത് എപ്പോഴാണ്? 1948 ഡിസംബർ 10. ഒരുപാട് പ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞതാണ് കേട്ടോ. 1948 ഡിസംബർ 10-നാണ്. ഇനി ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം പാർലമെന്റ് പാസാക്കിയത് 1993-ലാണ്. കമ്മീഷൻ നിലവിൽ വന്നത് 1993 ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം പാർലമെന്റ് പാസാക്കി. അത് പ്രകാരം മനുഷ്യാവകാശ കമ്മീഷൻ 1993 തന്നെ എന്ത് ചെയ്തു? നിലവിൽ വന്നു. ആദ്യത്തെ ചെയർമാൻ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാനായിട്ട് രംഗനാഥ മിശ്ര അധികാരത്തിലേറി. അങ്ങനെ ഈ മനുഷ്യാവകാശ കമ്മീഷനിൽ ഒരു ചെയർമാൻ ആകണമെങ്കിൽ അദ്ദേഹം ആരായിരിക്കണം? ഒന്നുമില്ലെങ്കിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, ഹൈക്കോടതി അല്ല കേട്ടോ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ഒരു ചെയർമാൻ എന്ന് പറയുന്നത് എപ്പോഴും ആരായിരിക്കും? സുപ്രീം കോടതി ചീഫ് റിട്ടയർഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. റിട്ടയർഡ് ആണ് കേട്ടോ. റിട്ടയർഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി. ഓക്കെ,
റിട്ടയർഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി. ഇത് ആദ്യം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് മാത്രമേ ആകാൻ പാടുള്ളൂ എന്നുണ്ടായിരുന്നു. പക്ഷേ 2019 മനുഷ്യാവകാശ കമ്മീഷനിലൊക്കെ ഭേദഗതികളൊക്കെ വരുത്തിയിട്ടുണ്ട്. അതിനുശേഷം എന്ത് ചെയ്തിട്ടുണ്ട്? ചീഫ് ജസ്റ്റിസിന് പറ്റുന്നില്ലെങ്കിൽ ആർക്കാകാം? റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജിക്കും മനുഷ്യാവകാശ കമ്മീഷൻ അംഗമാകാം. ഇനി എന്തൊക്കെയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകളായിട്ട് വരുന്നത്? ചോദിച്ച ക്വസ്റ്റ്യൻ ആയിട്ട് സ്റ്റേറ്റ്മെന്റിൽ ചോദ്യം കഴിഞ്ഞതാണ്. മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട പരാതികളിന്മേൽ അന്വേഷണം നടത്തുക, ജയിലുകളും മറ്റും സന്ദർശിച്ച് അന്തേവാസികളുടെ ജീവിത സൗകര്യം പഠിച്ച് ശുപാർശകൾ നൽകുക. ഓക്കെ, മനുഷ്യാവകാശ സംരക്ഷണത്തിന് ഫലപ്രദമായ നിർദ്ദേശങ്ങൾ നൽകുക, മനുഷ്യാവകാശ രംഗത്ത് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളെ പരിപോഷിപ്പിക്കുക. ഇതൊക്കെ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകളിൽ ഉൾപ്പെടുന്നവയാണ്. സ്റ്റേറ്റ്മെന്റ് ലെവലിൽ ചോദ്യം വന്നതാണ്. റിപ്പീറ്റ് വീണ്ടും വരും. നല്ല രീതിയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നമ്മൾ വർഷം ഏതാ പഠിച്ചത്? 1993 അല്ലേ? അങ്ങനെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ 98 നിലവിൽ വരികയാണ്. വിദ്യാഭ്യാസ അവകാശ നിയമം പാസ്സാക്കിയത് 2009. ഇതെല്ലാം പ്രീവിയസ് ആണ് കേട്ടോ, അതൊക്കെ പ്രീവിയസ് ആണ്. വിദ്യാഭ്യാസ അവകാശ നിയമം പാസ്സാക്കിയത് എപ്പോഴാണ്? 2009. എന്താണ് ഈ വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ പറയുന്നത്? 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതമായിട്ടുള്ള വിദ്യാഭ്യാസം. എങ്ങനെയാണ്? 6 വയസ്സ് മുതൽ ശ്രദ്ധിക്കണം, 14 ആണ് കേട്ടോ, 18 എന്നൊക്കെ തരും സ്റ്റേറ്റ്മെന്റിൽ, 18 എന്നൊക്കെ തരും. 6 മുതൽ 14 വയസ്സ് വരെ കേട്ടോ. അവർക്ക് എന്താണ്? നിർബന്ധിത വിദ്യാഭ്യാസം. നിർബന്ധിത വിദ്യാഭ്യാസം അത് എന്തോ ആയിരിക്കണം? സൗജന്യവും ആയിരിക്കണം. അതാണ് വിദ്യാഭ്യാസ അവകാശ നിയമം. 2009 പാസ്സാക്കിയ വർഷം ചോദിച്ചിട്ടുണ്ട്. നിലവിൽ വന്നത് 2010 കേട്ടോ. ഇതും ചോദിച്ചതാണ്, ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇനി ബച്ചുപ്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടന ആരുതാണ്? കൈലാഷ് സത്യാർത്ഥി. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അദ്ദേഹം എന്തിനെതിരെയാണ് പ്രവർത്തിച്ചത് ചോദിച്ചാൽ ബാലവേലയ്ക്കെതിരെയാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ സംഘടന കൊണ്ടുവന്നത്, ബച്ചുപ്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടന. അദ്ദേഹത്തിന് അതായത് ഇത് പ്രവർത്തിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തിന് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം 2014 ലഭിച്ചു. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇത് എല്ലാം പ്രീവിയസ് ആണ് കേട്ടോ, എടുത്തെടുത്ത് പറയുന്നില്ല. സമാധാനം നോബൽ സമ്മാനം എപ്പോഴാണ്? 2014 ലഭിച്ചു. ഇദ്ദേഹത്തിന്റെ കൂടെ തന്നെ ആർക്ക് ലഭിച്ചു? മലാല യൂസഫ്സായി. ആരാണ്? മലാല യൂസഫ്സായി. അവർക്ക് 17 വയസ്സായിരുന്നു. ആ സമയത്ത് സമാധാനത്തിനുള്ള നോബൽ കിട്ടി. എന്തിനായിരുന്നു അവർ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്? പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചതാണ്. ആര്? മലാല യൂസഫായി. അവർക്കും 2014 തന്നെ എന്ത് ലഭിച്ചു? സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും കൂടിയിട്ടാണ് ഒപ്പം ആരൊക്കെ, അതായത് കൈലാഷ് സത്യാർത്ഥിയും മലാല യൂസഫായും സമാധാന നോബൽ ഒരുമിച്ചിട്ടാണ് പങ്കിട്ടത് 2014. കൈലാഷ് സത്യാർത്ഥി ബാലവേലയ്ക്കെതിരെയും പ്രവർത്തിച്ചു. മലാല യൂസഫ്സായി ആർക്കാണ്? പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചു. ഇനി സ്ത്രീ വിവേചന ഉന്മൂലന നടപടി. എന്താണ് സ്ത്രീ വിവേചന ഉന്മൂലന നടപടി? അല്ലെ, സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങൾക്കും അവരെ പിന്തുണ എല്ലാ കാര്യത്തിലും അവരെന്ത് ചെയ്യാണ്? ബാക്കിലോട്ടാക്കുന്ന സ്ഥിതിയാണ് അല്ലെ. അപ്പൊ അവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് സ്ത്രീ വിവേചന ഉന്മൂലന നടപടി കൊണ്ടുവന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 1979 സ്ത്രീ വിവേചന ഉന്മൂലന നടപടി കൊണ്ടുവന്നത് എപ്പോഴാണ്? 1979. ഈ 7ാം ക്ലാസ്സിലെ അധ്യായം 10 നമ്മുടെ ഭരണഘടന നോക്കാം. എന്താണ് അതിലെ റിപ്പബ്ലിക്? ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് ചോദ്യം തന്നിട്ട് അതിന് ആൻസർ എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റിപ്പബ്ലിക് ആണ് ഇവിടെ ഉത്തരമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ വന്നത് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തി രാഷ്ട്ര തലവനായിട്ടുള്ള സംവിധാനമാണ് എന്ത്? റിപ്പബ്ലിക് എന്ന് പറയുന്നത്. എന്താണ് റിപ്പബ്ലിക്? തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തി. എങ്ങനെയാണ്? തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തി ആരായിരിക്കും? നമ്മുടെ രാഷ്ട്രത്തിന്റെ തലവനായിട്ടുള്ള സംവിധാനമാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴാണ് റിപ്പബ്ലിക് ആയത്? ഇന്ത്യ റിപ്പബ്ലിക് ആയത് 1950 ജനുവരി 26 അല്ലേ? ഇന്ത്യ റിപ്പബ്ലിക് ആയത് 1950 ജനുവരി 26. ഇനി നമ്മുടെ ഇന്ത്യൻ ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ഭരണഘടന എന്നുള്ളതാണ്. നമ്മുടെ ഭരണഘടന എഴുതിയെടുക്കാൻ എത്ര അതായത് അത് പ്രാബല്യത്തിൽ വരാൻ എത്ര കാലഘട്ടം വേണ്ടി വന്നു? 2 വർഷവും 11 മാസവും 17 ദിവസം. 17, 18 എന്നും പറയുന്നുണ്ട്. ഉചിതമായിട്ട് ആൻസർ എടുക്കണം കേട്ടോ. നമ്മുടെ SCRT 17 ദിവസം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2 വർഷവും 11 മാസവും 17 ദിവസമാണ് നമ്മുടെ ഒരു ഭരണഘടന എഴുതി രൂപപ്പെട്ട് അത് അംഗീകരിച്ച് നിലവിൽ വരാൻ അതുവരെയുള്ള സമയമാണ് 2 വർഷം 11 മാസവും 17 ദിവസവും. അന്ന് ഈ 1950
ജനുവരി 26 അല്ലേ 1950 ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക്കായി വരും. നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് എത്ര പട്ടികകൾ ഉണ്ടായിരുന്നു? അതിൽ 8 ഷെഡ്യൂളാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് 8 ഷെഡ്യൂളാണ് ഉണ്ടായിരുന്നത്. എത്ര ഭാഗങ്ങൾ? 22 ഭാഗങ്ങൾ. എത്ര അനുച്ഛേദം? 395 ആണ് ഉണ്ടായിരുന്നത്. ഇന്ന് എത്ര പട്ടികയുണ്ട്? 12 പട്ടിക. എത്ര ഭാഗം? 25 ഭാഗം. ഇപ്പൊ 450 അല്ലെ 470ഓളം എത്ര വരുന്നുണ്ട് അനുച്ഛേദങ്ങളും നമുക്ക് ഇന്ന് നിലവിലുണ്ട്. പക്ഷെ ഭരണഘടന നിലവിൽ വരുമ്പോൾ എത്ര പട്ടിക എന്ന് ചോദിച്ചാൽ 8, എത്ര ഭാഗങ്ങൾ ചോദിച്ചാൽ 22, എത്ര അനുച്ഛേദം ചോദിച്ചാൽ 395. അങ്ങനെ ഭരണഘടന എന്ത് ചെയ്യണം? രൂപീകരിക്കാനൊക്കെ അത് അംഗീകരിക്കണം അല്ലെ? അംഗീകരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഭരണഘടന രൂപീകരണ സമയത്ത് അവിടെ സമ്മേളനങ്ങളൊക്കെ വിളിച്ചു ചേർക്കേണ്ടി വരും അല്ലെ? അങ്ങനെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ സമ്മേളനം 1946 ഡിസംബർ 9 ചേരുകയാണ്. എന്തിന്റെയാണ്? ഭരണഘടനാ നിർമ്മാണ സഭ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ സമ്മേളനം ഇപ്പോഴാണ് 1946 ഡിസംബർ 9. ആ സമ്മേളനത്തിൽ വെച്ച് തന്നെ താൽക്കാലിക അധ്യക്ഷനായിട്ട്, സ്ഥിരമല്ല താൽക്കാലികമായിട്ട് അധ്യക്ഷനെ ആരായി നിയമിച്ചു? സച്ചിദാനന്ദ സിൻഹയെ നിയമിക്കുകയാണ്. എല്ലാം പ്രീവിയസ് ആണ് കേട്ടോ, എല്ലാം PQ ആണ്. താൽക്കാലിക അധ്യക്ഷനായിട്ട് സച്ചിദാനന്ദ സിൻഹയെ അധികാരത്തിലേറ്റി. എന്നിട്ട് അത് കഴിഞ്ഞ ശേഷം ആ സമയത്ത് എന്ത് ചെയ്തില്ല? പെട്ടെന്ന് തീരുമാനമൊന്നും എടുക്കാൻ പറ്റില്ല അല്ലെ? എന്താണ് അദ്ദേഹത്തെ സ്ഥിരമായിട്ട് തീരുമാനം, അതിനൊരു ചട്ടങ്ങൾ ഉണ്ടാവും. അപ്പൊ അവിടെ ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായിരുന്നു ആര്? സച്ചിദാനന്ദ സിൻഹ. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിനെ നിയമിച്ചത്. എന്നിട്ട് പിന്നെ സ്ഥിരം പ്രസിഡന്റായിട്ട് അധ്യക്ഷനായിട്ട് ആരിനെ തിരഞ്ഞെടുത്തു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഡിസംബർ 11 കേട്ടോ. ഡിസംബർ 9 കഴിഞ്ഞ് ഡിസംബർ 11 ആര്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ സ്ഥിരം അധ്യക്ഷനായിട്ട് നിയമിക്കുന്നത്. അങ്ങനെ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിലവിൽ വരികയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഉണ്ട്. അതിന്റെ അധ്യക്ഷൻ ആരാണ്? അംബേദ്കർ ആണ്. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ അംബേദ്കർ ആണ്. പഠിച്ചു. ഇനി ഭരണഘടനയുടെ ശില്പി ആരെന്ന് ചോദിച്ചാലും അത് ആരാണ്? അംബേദ്കർ തന്നെയാണ് കേട്ടോ. ഭരണഘടനയുടെ ശില്പി ആരാണ്? ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചാലൊക്കെ അംബേദ്കർ ആണ്. ആമുഖം. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ നമുക്ക് നമുക്ക് ഒരു ബുക്ക് എടുത്താലും അതിൽ ആദ്യം ഉണ്ടാവില്ലേ ആമുഖം എന്ന് പറഞ്ഞത് ഉണ്ടാവും അല്ലേ? അതിന്റെ താഴെ എന്ത്? ആ ബുക്കിനെ കുറിച്ചിട്ടുള്ള അവലോകനം കൊടുത്തിട്ടുണ്ടാകും. പിന്നെ ഏതൊക്കെ ലെസൺസ് ആണ്, എന്തൊക്കെയാണ് അതിൽ ആഡ് ചെയ്തിരിക്കുന്നതൊക്കെ ഒരു ആമുഖമായിട്ട് കൊടുത്തിട്ടുണ്ടാകും. അതുപോലെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലും ഒരു ആമുഖം എഴുതി തയ്യാറാക്കിയിട്ടുണ്ട്. ആ എഴുതി തയ്യാറാക്കിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു. അപ്പൊ ആമുഖത്തിന്റെ ശില്പി ആരെ എന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു ആണ്. ഭരണഘടനയുടെ ശില്പി ആരെ എന്ന് ചോദിച്ചാൽ അത് അംബേദ്കർ ആണ്. ഇനി ഭരണഘടനയ്ക്ക് എന്നാണ് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകാരം നൽകിയത്? 1949 നവംബർ 26 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകുന്നത്. ആമുഖത്തിൽ ഉള്ള ഇതൊന്നും ഞാൻ ഇപ്പൊ പറയുന്നൊന്നുമില്ല കേട്ടോ, അതൊന്നും ഞാൻ പറയില്ല, ഞാൻ കൂടെ പറഞ്ഞു പോവാണ്. 1949 നവംബർ 26 എന്ന ഒരേ ഒരു ഡേറ്റ് മാത്രമാണ് ഏതിലുള്ളൂ? ആമുഖത്തിൽ പ്രതിപാദിച്ചിട്ടു. വേറെ ഏതൊരു ഡേറ്റും അതിൽ പറഞ്ഞിട്ടില്ല. ഒരൊറ്റ ഡേറ്റ് ആമുഖത്തിൽ വരുന്നുള്ളൂ. അതൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 1949 നവംബർ 26 അന്നാണ് ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകുന്നത്? ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകാരം നൽകുന്നത്. അങ്ങനെ ഭരണഘടനാ ദിനം എന്നാണ്? നവംബർ 26. ഭരണഘടനാ ദിനം എന്നാണ്? നവംബർ 26. ഭരണഘടന നിലവിൽ വന്നത് എന്ന്? 1950 ജനുവരി 26. ഭരണഘടന നിലവിൽ വന്നത് എപ്പോഴാണ്? 1950 ജനുവരി 26. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇനി എത്ര മൗലിക അവകാശങ്ങളാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ഉള്ളത്? 6 മൗലിക അവകാശങ്ങളാണ്. പക്ഷെ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് 7 മൗലിക അവകാശങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിൽ മൗലിക അവകാശമായ ഒരു അവകാശമായിരുന്നു സ്വത്തവകാശം. അതിനെന്ത് ചെയ്തു? സ്വത്തവകാശം ഒരു മൗലിക അവകാശമാകില്ല എന്ന് പറയുകയും അതിനെ എന്താക്കി? ഒരു നിയമപരമായിട്ടുള്ള ഒരു അവകാശമാക്കിയിട്ട് മാറ്റി. അതുകൊണ്ട് ഇപ്പൊ എത്ര മൗലിക അവകാശമേ ഉള്ളൂ? 6 മൗലിക അവകാശമുള്ള ചോദ്യം വന്നിട്ടുണ്ട്, ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഭരണഘടന നിലവിൽ വന്ന സമയത്ത് എത്ര മൗലിക അവകാശങ്ങളുണ്ട്? 7. ഭരണഘടനയിൽ ഇപ്പൊ എത്ര മൗലിക അവകാശങ്ങളുണ്ട്? 6. 7 മൗലിക അവകാശങ്ങളിൽ നിന്ന് ഏത് മൗലിക അവകാശത്തെയാണ് എടുത്തു മാറ്റിയത്? സ്വത്തവകാശത്തെയാണ് എടുത്തു മാറ്റിയത്. ഏതുപോലെ?
ഇതിലാണ് 44-ാം ഭേദഗതിയിലെ 1978 44-ാം ഭേദഗതി പ്രകാരമാണ് സ്വത്തവകാശത്തെ നിയമപരമായിട്ടുള്ള അവകാശമാക്കിയിട്ട് മാറ്റിയത്. ഇനി 6 മൗലിക അവകാശങ്ങൾ എന്തൊക്കെയാണ്? 6 മൗലിക അവകാശങ്ങൾ നോക്കാം. 1 സമത്വത്തിനുള്ള അവകാശം, 2 സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, 3 ചൂഷണത്തിനെതിരെയുള്ള അവകാശം, 4 മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, 5 സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, ഭരണഘടനാപരമായ പരിഹാരത്തിന് അവകാശം, സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം. ഇതൊക്കെ നിങ്ങൾക്ക് ആർട്ടിക്കിൾ അറിയാലോ അല്ലെ? 14 to 18, പിന്നെ 19 to 22, ചൂഷണത്തിനെതിരെയുള്ളത് 23 to 24, 25 to 28. ഇവിടെ ശ്രദ്ധിക്കേണ്ട 19 to 22, പിന്നെ ചൂഷണത്തിനെതിരെയുള്ള 23, 24, 25 to 28 അതാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഇത് 29 to 30, 32 ഇതൊക്കെയാണ് ആർട്ടിക്കിൾ വരുന്നത് കേട്ടോ. സമത്വത്തിനുള്ള അവകാശം ഏത് വരും? 14 to 18, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 19 to 22, ചൂഷണത്തിനെതിരെയുള്ള അവകാശം ആർട്ടിക്കിൾ 25 to 28 വരുന്നുണ്ട്. ചൂഷണത്തിനെതിരെയുള്ളത് 23 to 24, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 25 to 28, സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം എത്രയാണ്? 29ഉം 30ഉം വരുന്നുണ്ട്. ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം 32. ഇതാണ് 6 മൗലിക അവകാശങ്ങൾ. സർവരും പഠിക്കുക, സർവരും വളരുക. ഇതായതാണ് SSAയുടെ ആപ്തവാക്യമാണ്. SSA എന്താണ്? സർവശിക്ഷ അഭിയാൻ. SSA സർവശിക്ഷ അഭിയാൻ ഇവിടെ ആപ്തവാക്യമാണ്. SSAയുടെ ആപ്തവാക്യമാണ് സർവരും പഠിക്കുക, സർവരും വളരുക. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഏതാണ്? ആർട്ടിക്കിൾ 21A ആണ്. എത്രയാണ്? ആർട്ടിക്കിൾ 21A ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. നിയമവാഴ്ച എന്ന ആശയം നമ്മുടെ ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തിൽ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ് നിയമവാഴ്ച. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഭക്ഷ്യസുരക്ഷാ നിയമം ഇന്ത്യൻ പാർലമെന്റ് എപ്പോഴാണ് പാസ്സാക്കിയത്? 2013. എപ്പോഴാണ്? 2013 ഭക്ഷ്യസുരക്ഷാ ബില്ല് പാർലമെന്റ് പാസ്സാക്കിയത്. ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന നമ്മുടെ ഇന്ത്യക്കാണ് കേട്ടോ. നമ്മുടെ ഇന്ത്യക്കാണ് ഏറ്റവും വലിയ ഭരണഘടന. ഏത് രാജ്യത്തിന്റെ എന്ന് ചോദിച്ചാൽ ഇന്ത്യയുടേതാണ്. ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ആരുടെ എന്ന് ചോദിച്ചാൽ നമ്മുടെ ഇന്ത്യയുടെ തന്നെയാണ്. ഇനി അലിഖിത ഭരണഘടന, അതായത് എഴുതപ്പെടാത്ത ഭരണഘടനയുള്ള രാജ്യങ്ങളാണ് ബ്രിട്ടൻ, ഇസ്രായേൽ, ഫ്രാൻസ്, ന്യൂസിലൻഡ്. ബ്രിട്ടൻ, ഇസ്രായേൽ, ന്യൂസിലൻഡ്, ഫ്രാൻസ് ഇതൊക്കെ എന്താണ്? അലിഖിത ഭരണഘടനയുള്ള രാജ്യങ്ങളാണ്. നമ്മുടെ ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം ഏതാണ്? പരമോന്നത നീതിപീഠം സുപ്രീം കോടതിയാണ് അല്ലെ? ഏറ്റവും ഉന്നതമായിട്ടുള്ള കോടതി ഏതാണെന്ന് ചോദ്യം. അവിടെ ഏതാണ്? സുപ്രീം കോടതിയാണ്. ഇനി സിവിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന കോടതി ഏതാണ്? മുൻസിഫ് കോടതിയാണ്. ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന കോടതി മജിസ്ട്രേറ്റ് കോടതിയാണ്. എന്താണ്? ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം ഏതെന്ന് ചോദിച്ചാൽ അത് സുപ്രീം കോടതിയും, സിവിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഇന്ത്യയിലെ കോടതി മുൻസിഫ് കോടതിയും, ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന കോടതി മജിസ്ട്രേറ്റ് കോടതിയുമാണ്. വിദ്യാഭ്യാസ അവകാശം മൗലിക അവകാശമാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 2002 കേട്ടോ. 2002 ഭേദഗതിയാണ്. വിദ്യാഭ്യാസ അവകാശം മൗലിക അവകാശമാക്കിയ ഭരണഘടനാ ഭേദഗതി നടന്ന വർഷം 2002 86ാമത്തെ ഭേദഗതിയാണ് കേട്ടോ. 2002 86ാമത്തെ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസ അവകാശം മൗലിക അവകാശമാക്കിയ ഭരണഘടനാ ഭേദഗതി. ഭരണഘടനാ ഭേദഗതി ചെയ്യുന്നതിനുള്ള അധികാരം ആർക്കാണ്? പാർലമെന്റിനാണ്. ഭരണഘടനാ അധികാരം ആർക്കാണ്? ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെന്റിനാണ്. ഇനി നമുക്ക് 8ാം ക്ലാസ്സിലെ 5 കഴിഞ്ഞു, 6 കഴിഞ്ഞു, 7 കഴിഞ്ഞു കേട്ടോ. ഇനി 8ാം ക്ലാസ്സിലെ 4ാമത്തെ ലെസൺ ആണ് നമ്മുടെ ഗവൺമെന്റ്. നമ്മുടെ ഗവൺമെന്റ് നമുക്ക് നോക്കാം. ജനാധിപത്യ രാജ്യങ്ങളിൽ ഗവൺമെന്റിന് പ്രധാനമായും എത്ര ഘടകങ്ങളാണുള്ളത്? നമ്മുടെ ഇന്ത്യ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് അല്ലെ? അതിൽ എത്ര ഘടകങ്ങളുണ്ട്? 3 ഘടകങ്ങളുണ്ട്. 1 നിയമനിർമ്മാണ വിഭാഗം, 2 കാര്യനിർവഹണ വിഭാഗം, 3 നീതിന്യായ വിഭാഗം. നിയമം നിർമ്മിക്കുന്ന വിഭാഗം ആരാണ്? നിയമനിർമ്മാണ വിഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ആ വാക്കിൽ നിന്ന് തന്നെ എടുക്കണം കേട്ടോ. ആ വാക്കിൽ നിന്ന് തന്നെ കണക്ട് ചെയ്യണേ. നിയമം നിർമ്മിക്കുന്നത് ആരൊക്കെയാണ്? അത് നമ്മുടെ ഇന്ത്യൻ പാർലമെന്റ് ആണ് നിയമം നിർമ്മിക്കുക. ആ ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറയുന്നത് ആരൊക്കെ ചേർന്നിട്ടാണ്? രാജ്യസഭ, ലോകസഭ. ചോദിച്ചതൊക്കെ ചോദിച്ചാണ് കേട്ടോ. ഒക്കെ പ്രീവിയസ് ആണ്.
രാജ്യസഭയും ലോകസഭയും രാഷ്ട്രപതിയും ചേർന്നതാണ് നമ്മുടെ ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവരാണ് ഏത്? നിയമ നിർമ്മാണ വിഭാഗം. ഓക്കെ, നിയമ നിർമ്മാണ വിഭാഗം ഇവരാണ് കേട്ടോ. ഇനി നീതിന്യായ വ്യവസ്ഥയുടെ പരമോന്നത സ്ഥാപനമാണ് സുപ്രീം കോടതി. നമ്മൾ നേരത്തെ പഠിച്ച സുപ്രീം കോടതി അല്ലെ. ഇനി ഇന്ത്യൻ പാർലമെന്റിലെ ഉപരിസഭയാണ് രാജ്യസഭ. ഇന്ത്യൻ പാർലമെന്റിലെ അധോസഭയാണ് ഏത്? ഈ ലോകസഭ എന്ന് പറയുന്നത്. രാജ്യസഭയുടെ കാലാവധി എത്ര വർഷമാണ്? ഇവിടെ ശ്രദ്ധിക്കണം, രാജ്യസഭ അംഗത്തിന്റെ കാലാവധിയല്ല, രാജ്യസഭയുടെ കാലാവധിയാണ് ചോദിച്ചിരിക്കുന്നത്. രാജ്യസഭയ്ക്ക് കാലാവധി ഇല്ല. അത് രാജ്യസഭ എന്ന് പറയുന്നത് ഒരു സ്ഥിരം സഭയാണ്. എങ്കിൽ ലോകസഭയുടെ കാലാവധി എത്രയാണ്? 5 വർഷം അല്ലേ. നോക്കണം, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. രാജ്യസഭയുടെ കാലാവധി എത്രയാണെന്ന് ചോദിക്കും. നമുക്ക് അവിടെ കൺഫ്യൂഷൻ വരും, നമ്മൾ 5 6 എന്നൊക്കെ കൊടുക്കും. ഓക്കെ, കാലാവധി എത്രയാണ്? കാലാവധി ഇല്ല. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്ന് അറിയപ്പെടുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ, പ്രീവിയസ് പറഞ്ഞു പോകുന്നില്ല, റൈറ്റ്ലി PQ എന്നിടാം കേട്ടോ. കാരണം അത്രയും ക്വസ്റ്റ്യൻ പേപ്പർ അവലോകനം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. വെറുതെ PQ പറഞ്ഞിട്ട് പോകുകയല്ല കേട്ടോ. അത്രയും ക്വസ്റ്റ്യൻ പേപ്പർ അവലോകനം ചെയ്തതിന്റെ പേരിൽ മാത്രമാണ് ഇവിടെ പറയുന്നത്. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? രാജ്യസഭയാണ്. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ രാജ്യസഭ. രാജ്യസഭയുടെ അധ്യക്ഷൻ ഉപരാഷ്ട്രപതി, നമ്മുടെ ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് ആണ് രാജ്യസഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. രാജ്യസഭയിൽ തെരഞ്ഞെടുക്കപ്പെട്ട എത്ര അംഗങ്ങളാണ് ഉണ്ടാവുക? എത്രയാണ്? 230. ഇതില് ടിക്ക് ചെയ്തൊക്കെ കാണും. ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ ടിക്ക് ചെയ്ത് വെച്ചതാണ്. അതുകൊണ്ടാണ് നമുക്ക് കൺഫ്യൂഷൻ വരുന്ന ഭാഗങ്ങളൊക്കെ ടിക്ക് ചെയ്ത് വെച്ചതാണ്. രാജ്യസഭയിൽ തെരഞ്ഞെടുക്കപ്പെട്ട എത്ര അംഗങ്ങളാണ് ഉണ്ടാവുക? 238 അംഗങ്ങളാണ് രാജ്യസഭയിൽ ഉണ്ടാവുന്നത്. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്ന അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 12 പേരാണ് അല്ലെ. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്നത് 12 പേരാണ്. രാജ്യസഭയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ് പാടുള്ളൂ? 250. രാജ്യസഭയിലെ ആകെ അംഗങ്ങൾ എത്ര വരാൻ പാടുള്ളൂ? 250 വരാൻ പാടുള്ളൂ. ഇപ്പൊ എത്ര അംഗങ്ങളാണ് എന്ന് പറഞ്ഞത്? 238 അംഗങ്ങള് ഉണ്ട്. ഇനി രാജ്യസഭയിലെ പരവതാനിയുടെ നിറം ചുവപ്പാണ് കേട്ടോ. രാജ്യസഭയിലെ പരവതാനിയുടെ നിറം ചുവപ്പ്. രാജ്യസഭ പറയുമ്പോൾ നമ്മൾ രാജ്യസഭ എങ്ങനെ എഴുതും? 6A അല്ലേ. 6 വരുന്നത്. അപ്പൊ ആ കളർ തന്നെ എടുക്കുക കേട്ടോ, റെഡ് എന്നുള്ളത് എടുക്കണേ. ലോകസഭയിലേക്ക് ജനങ്ങൾ നേരിട്ട് തെരഞ്ഞെടുക്കുന്ന അംഗങ്ങളുടെ എണ്ണം എത്ര? ഇവിടെ രാജ്യസഭയിൽ എത്ര പറഞ്ഞു? തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങള് 238 പറഞ്ഞു. ഈ ലോകസഭയിലേക്കാണെങ്കിൽ ജനങ്ങൾ നേരിട്ട് തെരഞ്ഞെടുക്കുന്ന അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 543 ആണ്. എത്രയാണ്? 543. ജനപ്രതിനിധി സഭ എന്ന് അറിയപ്പെടുന്നത് ലോകസഭയാണ്. സംസ്ഥാനങ്ങളുടെ നിയമസഭ എന്നറിയപ്പെടുന്നത് രാജ്യസഭയാണ്. ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നത് ലോകസഭയാണ്. ലോകസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്ന അംഗങ്ങളുടെ എണ്ണം എത്ര? 2. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നത് എത്ര പഠിച്ചു? 12. മറക്കരുത്, രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്നത് 12, ലോകസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്ന അംഗങ്ങളുടെ എണ്ണം 2. ലോകസഭയുടെ കാലാവധി എത്ര? 5. ലോകസഭയുടെ കാലാവധി 5. എങ്കിൽ രാജ്യസഭയുടെ കാലാവധി എത്രയാണ്? സ്ഥിരം സഭയാണ്, അവിടെ കാലാവധി ഇല്ല. ലോകസഭയുടെ അധ്യക്ഷൻ ആരാണ്? സ്പീക്കർ ആണ് അല്ലെ. ലോകസഭ സ്പീക്കർ എന്ന് നമ്മൾ പറയാറുണ്ട്. എങ്കിൽ രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണ്? നേരത്തെ പഠിച്ചില്ലേ, ഉപരാഷ്ട്രപതി. രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണ്? ഉപരാഷ്ട്രപതി. ലോകസഭയുടെ അധ്യക്ഷൻ ആരാണ്? സ്പീക്കർ ആണ്. ലോകസഭയിലെ പരവതാനിയുടെ നിറം പച്ച. നമ്മൾ രാജ്യസഭ 6 നിന്ന് കണക്ട് ചെയ്ത് റെഡ് എന്ന് പഠിച്ചു അല്ലെ. ഇവിടെ ഏതാണ്? പച്ച. ഒരു ബില്ല് നിയമമാകുന്നത് ആര് ഒപ്പുവെക്കുന്നതോട് കൂടിയിട്ടാണ്? നമുക്കറിയാം, ഇന്ത്യൻ പ്രസിഡന്റ് ഒപ്പുവെച്ചാലാണ് ഏതൊരു ബില്ലും അതെന്താകുള്ളൂ? അംഗീകാരം ആകുകയുള്ളൂ. പാർലമെന്റിന്റെ 2 സമ്മേളനങ്ങൾക്കിടയിലെ കൂടിയ ദൈർഘ്യം എത്രയാണ്? 6 മാസം. എത്രയാണ്? 6 മാസം. ഇതൊക്കെ പ്രീവിയസ് ആണ് കേട്ടോ. എല്ലാ വർഷവും ഇന്ത്യൻ പാർലമെന്റ് എത്ര തവണയാണ് സമ്മേളിക്കുന്നത്? എത്രയാണ്? 3 തവണയാണ് സമ്മേളിക്കുന്നത്. പാർലമെന്റ് സമ്മേളന കാലങ്ങൾ ഏതൊക്കെയാണ്? 1 വർഷകാല സമ്മേളനവും 2 ശീതകാല സമ്മേളനം, 3 വേനൽക്കാല സമ്മേളനം. വർഷകാലം, അത് ആലോചിച്ചാൽ മതി. വർഷകാലം നമ്മൾ ജൂണില് മഴയൊക്കെ തുടങ്ങില്ലേ, ആ സമയത്ത്. പിന്നെ തണുപ്പ്, ജനുവരി ഫെബ്രുവരി തണുപ്പ് കാലം അല്ലേ. പിന്നെ വേനൽക്കാലം. പാർലമെന്റിലെ ഒരു ദിവസത്തെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് എന്തിലൂടെയാണ്? ചോദ്യോത്തര വേളയിലൂടെയാണ്. എപ്പോഴാണ് ചോദ്യോത്തര വേള ആരംഭിക്കുന്നത്? 11 മണിക്കാണ്. പാർലമെന്റിൽ ചോദ്യോത്തര വേളയുടെ ദൈർഘ്യം എത്രയാണ്? 1 മണിക്കൂറാണ്. അപ്പൊ 1 മണിക്കൂറാണ് ചോദ്യോത്തര വേളയുടെ ദൈർഘ്യം. 11 മണിക്കാണ് ചോദ്യോത്തര വേള ആരംഭിക്കുന്നത്. പാർലമെന്റിലെ ഒരു ദിവസത്തെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് തന്നെ ചോദ്യോത്തര വേളയിലൂടെ ആണ്.
ചോദ്യോത്തര വേളയ്ക്ക് ശേഷം എന്ത് ചെയ്യും? മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള അജണ്ടയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള ചെറിയ സമയം അറിയപ്പെടുന്നത് ശൂന്യവേള എന്നാണ്. പാർലമെന്റ് സമ്മേളനത്തിൽ ശൂന്യവേള ആരംഭിക്കുന്ന സമയം 12 മണിക്കാണ് കേട്ടോ. ചോദ്യോത്തര വേള എത്ര മണിക്ക് ആരംഭിക്കും? 11 മണിക്ക്. ശൂന്യവേള എത്ര മണിക്ക്? 12 മണിക്ക്. പാർലമെന്റ് സമ്മേളനത്തിലെ ശൂന്യവേളയുടെ ദൈർഘ്യം എത്രയാണ്? 5 മുതൽ 15 മിനിറ്റ് വരെയാണ്. പക്ഷെ PSCയുടെ ഉത്തരസൂചിക 30 മിനിറ്റ് ആണ് കേട്ടോ. ഇവിടെ SCRT 5 to 10 ആണ്. പക്ഷെ PSCയിൽ ഉത്തരം വന്നിരിക്കുന്നത് 30 മിനിറ്റ് ആണ്. അപ്പോൾ 11 മണിക്ക് എത്രയാണ്? എന്താണ്? ചോദ്യോത്തര വേള ആരംഭിക്കും. എത്ര മണിക്കൂറാണ്? 1 hour കേട്ടോ. ഇനി 12 മണിക്ക് എന്ത് ചെയ്യും? ശൂന്യവേള ആരംഭിക്കും. എത്രയാണ്? 10 to 15 മിനിറ്റ്. ഓക്കെ. ഇനി പൊതുഖജനാവിലേക്കുള്ള ധനസമാഹരണം, പണത്തിന്റെ വിനിയോഗം എന്നിവയ്ക്കുമായി ബന്ധപ്പെട്ട ബില്ലാണ് ധനബില്ല്. പാർലമെന്റിന്റെ അവിഭാജ്യ ഘടകമായതും എന്നാൽ പാർലമെന്റ് അംഗമല്ലാത്തതുമായ വ്യക്തി ആരാണ്? നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രപതി. അദ്ദേഹം പാർലമെന്റിന്റെ അവിഭാജ്യ ഘടകമാണ്, പക്ഷെ പാർലമെന്റ് അദ്ദേഹം അംഗമല്ല. പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. പാർലമെന്റില് സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. സംയുക്ത സമ്മേളനത്തിന് അഭിസംബോധന ചെയ്യുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. പക്ഷെ അധ്യക്ഷ വഹിക്കുന്നത് സ്പീക്കറാണ്. ഇതൊക്കെ പ്രീവിയസ് ആണ് കേട്ടോ, എല്ലാം പ്രീവിയസ് ആണ്. പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർക്കുന്നതും അഭിസംബോധന ചെയ്യുന്നതും ഒക്കെ രാഷ്ട്രപതിയാണെങ്കിൽ പക്ഷെ അധ്യക്ഷ വഹിക്കുന്നത് അവിടെ സ്പീക്കറാണ്. ബില്ലുകൾക്ക് അംഗീകാരം നൽകുന്നത് ആരായിരിക്കും? ബില്ലുകൾക്ക് അംഗീകാരം നൽകുന്നത് രാഷ്ട്രപതിയാണ് അല്ലെ. ബില്ലുകൾക്ക് അംഗീകാരം നൽകുന്നത് ആരാണ്? രാഷ്ട്രപതി. നിയമത്തിന്റെ കരട് രൂപം അറിയപ്പെടുന്നതാണ് ബില്ല്. പാർലമെന്റിന്റെ പ്രധാന ചുമതലയാണ് ഇത്? നിയമം നിർമ്മിക്കുക. നമ്മൾ നേരത്തെ പഠിച്ചു, നിയമനിർമ്മാണം എന്ന് പറയുന്നത് പാർലമെന്റിന്റെ ചുമതലയാണ്. ആരൊക്കെയാണ് പാർലമെന്റ് എന്ന് പറയുമ്പോൾ? അവിടെ ആരൊക്കെ വരും? ലോകസഭ വരും അല്ലെ. ലോകസഭ വരും, പിന്നെ രാജ്യസഭ വരും, പിന്നെ നമ്മുടെ രാഷ്ട്രപതിയും വരും അല്ലെ. രാഷ്ട്രപതിയും വരും. ഒരു സാധാരണ ബില്ല് പാർലമെന്റിന്റെ ഏത് സഭയിലാണ് ആദ്യം അവതരിപ്പിക്കുക? ലോകസഭയിലാണോ രാജ്യസഭയിലാണോ? ഏതിലാണ്? പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത് സാധാരണ ബില്ല് പാർലമെന്റിൽ ഏത് സഭയിലാണ് ആദ്യം അവതരിപ്പിക്കുക? ലോകസഭയിലോ രാജ്യസഭയിലോ? ഒരു ബില്ല് ഏതിൽ വേണമെങ്കിലും എന്ത് ചെയ്യാം? അവതരിപ്പിക്കാം കേട്ടോ. ലോകസഭയിലോ രാജ്യസഭയിലോ ഏതിൽ വേണമെങ്കിലും അവതരിപ്പിക്കാം. ഒരു ബില്ല് പാസ്സാകുന്നതിന് മുമ്പ് എത്ര തവണ പാർലമെന്റിൽ വായിക്കണം? 3 തവണ പാർലമെന്റിൽ വായിച്ചിരിക്കണം. പാർലമെന്റിന്റെ അടിയന്തര പ്രമേയം, ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം തുടങ്ങിയവ പരിഗണിക്കുന്നത് വരുന്നത് ഏത് സമയത്താണ്? ശൂന്യവേളയിലാണ് കേട്ടോ. അടിയന്തര പ്രമേയം, ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം എന്നിവയൊക്കെ വരുന്നത് ശൂന്യവേളയിലാണ്. ശൂന്യവേള എത്ര മണിക്കാണ്? 12 മണിക്കാണ് അല്ലെ. 12 മണിക്കാണ്. ധനബില്ല് ആദ്യം അവതരിപ്പിക്കുന്നത് ലോകസഭയിലാണ്. ധനബിൽ, മണി ബിൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ നോട്ട് ചെയ്യണം, അവിടെ അധികാരം ലോകസഭയ്ക്ക് മാത്രമേ ഉള്ളൂ, രാജ്യസഭയ്ക്ക് ഇല്ല കേട്ടോ. മണി ബില്ല് എന്ന് പറയുന്നത് മണി ബിൽ, ധനബില്ല്, ലോകസഭ പഠിച്ചു വെച്ചോളൂ. അതിൽ നിയമം നടപ്പിലാക്കാനോ ഒന്നും തീരുമാനങ്ങൾ എടുക്കാനോ ആർക്ക് അധികാരമില്ല? രാജ്യസഭയ്ക്ക് അവിടെ അധികാരം ഇല്ല. അത് മനസ്സിലാക്കണം. ലോകസഭ പാസാക്കിയ ധനബില്ല് ആരുടെ സാക്ഷ്യപത്രത്തോടെയാണ് രാജ്യസഭയിലേക്ക് അയക്കുന്നത്? സ്പീക്കറുടെ. ലോകസഭ പാസാക്കിയ ധനബില്ല് രാജ്യസഭാ നിർദ്ദേശങ്ങൾ സഹിതം എത്ര ദിവസത്തിനുള്ളിലാണ് ലോകസഭയിലേക്ക് തിരിച്ചയക്കേണ്ടത്? 14 ദിവസം. അതായത് ഇവിടെ പറയുന്നത് ഇപ്പൊ മണി ബില്ല് ലോകസഭ പാസാക്കി, എന്നിട്ട് എന്ത് ചെയ്യണം? രാജ്യസഭയ്ക്ക് അയച്ചു കൊടുക്കണം. അതൊരു എന്താണ്? ഒരു പ്രോട്ടോകോളാണ്. അത് 14 ദിവസത്തിനുള്ളിൽ രാജ്യസഭ എന്ത് ചെയ്യണം? തിരിച്ച് ലോകസഭയ്ക്ക് അയച്ചു കൊടുക്കണം. അത് നിയമമാണ്. ഇനി 14 ദിവസത്തിനുള്ളിൽ അയച്ചു കൊടുക്കാതിരിക്കുകയോ അതിനുള്ള ഒരു തീരുമാനമൊന്നും ലോകസഭനെ അറിയിക്കാതിരിക്കുകയോ ചെയ്താലും അത് അവിടെ നിന്നും വിഷയമായിട്ട് വരില്ല. കാരണം ലോകസഭയ്ക്കാണ് അവിടെ ധനബില്ലിൽ അധികാരം. ലോകസഭ എന്ത് ചെയ്യും? അതിനു മേലെ അധികാരം എടുത്തിരിക്കും. ആരുടെ ചുമതലയാണ് അവിശ്വാസ പ്രമേയം അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യുന്നത്? പാർലമെന്റ്. ഭരണഘടനാ വകുപ്പുകളിൽ കാലാനുസൃതമായ മാറ്റം വരുത്താൻ ആരുടെ ചുമതലയാണ്? പാർലമെന്റിനാണ്. ഭരണഘടനാ ഭേദഗതി എന്ന് പറയുമ്പോൾ തന്നെ അതിലറിയാം, അത് പാർലമെന്റിനാണ് അധികാരം. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നിവരുടെ തെരഞ്ഞെടുപ്പ് ആരുടെ ചുമതലയാണ്? അത് പാർലമെന്റിന്റെ ചുമതലയാണ്. രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണോ? അല്ല. അത് ആരുടെ ചുമതലയാണ്? പാർലമെന്റിന്റെ.
രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നിവയുടെ തെരഞ്ഞെടുപ്പ് ആരുടെ ചുമതലയാണ്? പാർലമെന്റിന്റെ ചുമതലയാണ്. ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകളുള്ള സംസ്ഥാനങ്ങൾ, അതായത് ലോകസഭയും രാജ്യസഭയും, രണ്ട് സഭകളും ഏതൊക്കെയാണ്? ലോകസഭ അതുപോലെ രാജ്യസഭ, രണ്ട് സഭകളും ഉള്ളത് ഏതൊക്കെ? നമ്മുടെ 28 സംസ്ഥാനങ്ങളിൽ എത്ര സ്റ്റേറ്റുകളിലാണ് ലോകസഭയും രാജ്യസഭയും ഉള്ളത് നോക്കാം. ഓക്കെ, ലോകസഭയും രാജ്യസഭയും ഏതൊക്കെയാണ്? ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ, ഇതൊക്കെ പ്രീവിയസ് ആണ്, ഇതെല്ലാം പ്രീവിയസ് ആണ്. കർണാടക, ആന്ധ്രാപ്രദേശ്, പിന്നെ ഉത്തർപ്രദേശ്, ബീഹാർ, മഹാരാഷ്ട്ര, തെലങ്കാന, ജമ്മു കാശ്മീർ. ഇവിടെയാണ് എന്ത്? ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകളുള്ള സംസ്ഥാനങ്ങള്. പഠിച്ചല്ലോ. സാധാരണ ഇപ്പൊ 6 സ്റ്റേറ്റ് എന്നാണ് പറയാ കേട്ടോ. കാരണം എന്താണ്? ജമ്മു കാശ്മീർ ഇപ്പൊ ഒരു യൂണിയൻ ടെറിട്ടറി ആണ് അല്ലെ. അപ്പൊ 6 സ്റ്റേറ്റുകളിലാണ് എന്തുള്ളത്? സംസ്ഥാനങ്ങൾ എടുക്കുമ്പോൾ 6 കർണാടക, ആന്ധ്രാപ്രദേശ്, ഉത്തർപ്രദേശ്, ബീഹാർ, മഹാരാഷ്ട്ര, തെലങ്കാന. ഇവിടെയാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ ഉള്ളത്. എന്താണ് ദ്വിമണ്ഡലം? ലോകസഭയും രാജ്യസഭയും ചേർന്നത്. ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയിലെ അധോസഭയാണ് നിയമസഭ, ഉപരിസഭയാണ് നിയമസമിതി. ഇങ്ങനെ ലോകസഭയും രാജ്യസഭയുമുള്ള സംസ്ഥാനങ്ങളില് നിയമനിർമ്മാണ സഭയിലെ അധോസഭ ഏത് എന്ന് ചോദിച്ചാൽ അത് ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ്, നിയമസഭയാണ്. ഇനി ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയിലെ ഉപരിസഭയാണ് നിയമസമിതി. ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ തലവൻ ആരാണ്? രാഷ്ട്രപതിയുടെ കാലാവധി എത്രയാണ്? 5 വർഷമാണ് അല്ലെ. രാഷ്ട്രപതിയുടെ കാലാവധി എത്രയാണ്? 5 വർഷം. ഓക്കെ. ഇനി രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് ഇലക്ട്രൽ കോളേജ് ആണ്. രാഷ്ട്രപതി അതുപോലെ ഉപരാഷ്ട്രപതി ഇവരെയൊക്കെ തെരഞ്ഞെടുക്കുന്നതിനെ പൊതുവായിട്ട് പറയുന്ന പേരെന്താണ്? ഇലക്ട്രൽ കോളേജ്. രാഷ്ട്രപതിയാവാൻ വേണ്ട കുറഞ്ഞ പ്രായം 35 വയസ്സാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ എല്ലാ കാര്യനിർവഹണ അധികാരങ്ങളും ആരിൽ നിക്ഷിപ്തമാണ്? അത് രാഷ്ട്രപതിയുടെ അണ്ടറിലാണ് അതെല്ലാം നിലനിൽക്കുന്നത്. ഇനി രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് നമ്മൾ പറഞ്ഞു ഒരു ഇലക്ട്രൽ കോളേജ്. ആ ഇലക്ട്രൽ കോളേജിൽ ആരൊക്കെയാണ് അംഗങ്ങള്? ഒന്ന്, ഇതെല്ലാം പ്രീവിയസ് ആണ് കേട്ടോ, ഇത് ഓൾ പ്രീവിയസ് ആണ്. ഇനി ലോകസഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. ഒന്ന് ആരാണ്? ലോകസഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും. 2 രാജ്യസഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങള്. സംസ്ഥാന നിയമസഭകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. ഇങ്ങനെ 3 പേർ ചേർന്നിട്ടാണ്, 3 പേരല്ല 3 സമിതികൾ ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത്. ലോകസഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും രാജ്യസഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും സംസ്ഥാന നിയമസഭകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ചേർന്നിട്ടാണ് രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്ന ഇലക്ട്രൽ കോളേജിലെ അംഗങ്ങളായിട്ട് വരുന്നത്. പ്രധാനമന്ത്രിയെയും മന്ത്രിമാരെയും നിയമിക്കുന്നത് ആരാണ്? അത് നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് അല്ലെ. സുപ്രീം കോടതിയിലെയും ഹൈക്കോടതികളിലെയും ചീഫ് ജസ്റ്റിസിനെയും മറ്റു ജഡ്ജിമാരെയൊക്കെ നിയമിക്കുന്നതും രാഷ്ട്രപതിയാണ്. ഇന്ത്യയുടെ സർവ്വസൈനാധിപൻ ആരാണ്? രാഷ്ട്രപതിയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക എന്നുള്ളത് ആരുടെ ചുമതലയാണ്? അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക എന്ന് പറയുന്നത് രാഷ്ട്രപതിയുടേതാണ്. ദയാഹർജിയിൽ തീർപ്പ് കൽപ്പിക്കുന്നത് ആരുടെ ചുമതലയാണ്? അത് നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രപതിയുടേതാണ്. രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് എത്ര നോമിനേറ്റ് ചെയ്യുന്നത്? 12. പഠിക്കുന്നുണ്ടോ? 12. രാജ്യസഭ 12, ലോകസഭ 2. ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി നമ്മുടെ രാജേന്ദ്ര പ്രസാദ് ആണ് പറഞ്ഞു അല്ലെ. ഇതിൽ ഉപരാഷ്ട്രപതി ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. രാഷ്ട്രപതിയുടെ അഭാവത്തിൽ അദ്ദേഹത്തിന്റെ ചുമതലകളൊക്കെ നിർവഹിക്കുന്നത് ആരായിരിക്കും? തൊട്ട് താഴെയുള്ള ഉപരാഷ്ട്രപതി ആയിരിക്കും. ഉപരാഷ്ട്രപതിയുടെ കാലാവധി എത്രയാണ്? 5 വർഷമാണ് അല്ലെ. ഉപരാഷ്ട്രപതിയുടെ കാലാവധി 5 വർഷമാണ്. രാജ്യസഭാ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്? നമ്മൾ നേരത്തെ പഠിച്ചതാണ്, അതൊക്കെ പഠിച്ചു വന്നതാണ്. രാജ്യസഭാ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്? ഉപരാഷ്ട്രപതിയാണ്. എങ്കിൽ ലോകസഭാ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്? അവിടെ സ്പീക്കറാണ് വരിക അല്ലെ. ഇനി ഉപരാഷ്ട്രപതി എങ്ങനെയാണ് തെരഞ്ഞെടുക്കുന്നത്? ഇതൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻ. അപ്പം മനസ്സിലാവുന്നില്ലേ SCRTക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളത് മനസ്സിലാവില്ലേ? ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് ഇലക്ട്രൽ കോളേജ് ആണ്. അതായത് ആ ഇലക്ട്രൽ കോളേജിൽ ആരൊക്കെ വരും? ലോകസഭയിലെയും രാജ്യസഭയിലെയും അംഗങ്ങളാണ് വരുന്നത്. ലോകസഭയുടെ നേതാവ് പ്രധാനമന്ത്രിയാണ്. ക്യാബിനറ്റ് മീറ്റിംഗുകളിൽ അധ്യക്ഷം വഹിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. മന്ത്രിസഭാ തീരുമാനങ്ങൾ രാഷ്ട്രപതി അറിയിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. സംസ്ഥാനതല കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ ആരാണ്? ഗവർണറാണ് അല്ലെ. എങ്കില് അപ്പോൾ സ്റ്റേറ്റിലാവുമ്പോഴോ അവിടെ ആര് വരും? രാഷ്ട്രപതി വരും അല്ലെ. സംസ്ഥാനങ്ങളിലേക്ക് എടുക്കുമ്പോൾ അവിടെ എത്തുമ്പോൾ അത് ഗവർണർ. ഇനി നമ്മുടെ രാജ്യത്തെ
പരമോന്നത കോടതി ഏതാണ്? സുപ്രീം കോടതിയാണ് അല്ലെ? പരമോന്നത കോടതി സുപ്രീം കോടതിയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? എച്ച് ജെ കനിയ. ഓക്കെ. ഇനി ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ സുപ്രീം കോടതിയിൽ എത്ര ജഡ്ജിമാരാണ് ഉള്ളത്? ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ സുപ്രീം കോടതിയിൽ 34 ജഡ്ജിമാരാണ് ഉള്ളത്. മൗലിക അവകാശങ്ങളുടെ ലംഘനവുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്നത് എവിടെയാണ്? സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും. ശ്രദ്ധിക്കണം, ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കാരണം മൗലിക അവകാശങ്ങൾ എന്നൊരു ഇത് വരുന്ന സമയത്ത് അവിടെ അധികാരം സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമേ ഉള്ളൂ. വേറെ ഏത് കോടതിയിലും ഇത് കൈകാര്യം ചെയ്യാനുള്ള കേസ് കൈകാര്യം ചെയ്യാനുള്ള അധികാരം ഇല്ല. സുപ്രീം കോടതി, ഹൈക്കോടതി. ഇനി കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും തമ്മിലുണ്ടാകുന്ന തർക്കങ്ങള്, അതുപോലെ സംസ്ഥാന ഗവൺമെന്റുകൾ തമ്മിലുണ്ടാകുന്ന തർക്കങ്ങൾ എന്നിവ കാര്യം ഇങ്ങനെയാണ്. അതായത് ഇപ്പൊ നമ്മളിപ്പോ കേന്ദ്ര ഗവൺമെന്റും നമ്മുടെ കേരള ഗവൺമെന്റും തമ്മിൽ എന്തെങ്കിലും തർക്കമുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഇപ്പൊ കേരള ഗവൺമെന്റും തമിഴ്നാട് ഗവൺമെന്റും തമ്മിൽ അങ്ങനെ തർക്കങ്ങൾ ഉണ്ടെങ്കിലോ എന്ത് ചെയ്യുന്നത്? ഇത് കൈകാര്യം ചെയ്യുന്നതും ആരാണ്? അത് ആരാണ്? സുപ്രീം കോടതിയാണ്. അത് കൈകാര്യം ചെയ്യുന്നത് ആരാണ്? സുപ്രീം കോടതി. ഭരണഘടനാ വകുപ്പുകളുടെ വ്യാഖ്യാനം ആവശ്യമായ കേസുകൾ കൈകാര്യം ചെയ്യുന്നത് ഏത് കോടതിയാണ്? അതും സുപ്രീം കോടതിയാണ്. അപ്പൊ എന്തൊക്കെ പഠിച്ചു? കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും തമ്മിലുള്ള തർക്കങ്ങൾ, അതുപോലെ സംസ്ഥാന ഗവൺമെന്റുകൾ തമ്മിലുള്ള തർക്കങ്ങൾ, മൗലിക അവകാശങ്ങളുടെ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഭരണഘടനാ വകുപ്പുകളുടെ വ്യാഖ്യാനം ആവശ്യമായ കേസുകൾ കൈകാര്യം, ഇതൊക്കെ ആരാണ്? സുപ്രീം കോടതിക്കാണ് അധികാരം. സംസ്ഥാന ഹൈക്കോടതികളിൽ നിന്നുള്ള അപ്പീൽ കേസുകൾ അല്ലെ, നമ്മൾ താഴെത്തട്ടിൽ നിന്നുള്ള കോടതിയിൽ നമുക്ക് പരിഹാരം കണ്ടില്ലെങ്കിൽ നമുക്ക് ഹൈക്കോടതിക്ക് എന്ത് ചെയ്യും? കേസ് അപ്പീൽ ചെയ്യും. ഇനി ഹൈക്കോടതിയിലും കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ നേരെ എവിടേക്കാണ്? സുപ്രീം കോടതിയിലേക്കാണ് അല്ലെ? അങ്ങനെ സംസ്ഥാന ഹൈക്കോടതികളിൽ നിന്നുള്ള അപ്പീൽ കേസുകൾ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? സുപ്രീം കോടതിയാണ്. പഠിച്ചു. ഇനി സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതിയാണ് ഇത്. ഈ അടുത്ത് നടന്ന എക്സാമിനാണ് കേട്ടോ. ഈ ഒരു 2 ആഴ്ച മുമ്പ് നമ്മൾ ഇന്നിപ്പോ ക്ലാസ് എടുക്കുന്ന 18-ാം തീയതിയല്ലേ? ഡിസംബർ 18-നല്ലേ? ഒരു ഡിസംബർ 1 നടന്ന ഒരു എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ്? ഹൈക്കോടതിയാണ് കേട്ടോ. ഹൈക്കോടതിയാണ്. ഇനി ഹൈക്കോടതിയിലെ ജഡ്ജിമാരെ നിയമിക്കുന്നത് രാഷ്ട്രപതി. ഹൈക്കോടതിയിലെ ജഡ്ജിമാരെ, നമുക്ക് പെട്ടെന്ന് ഗവർണർ എന്നൊക്കെ ചിന്ത വരും. ഹൈക്കോടതിയിലെ ജഡ്ജിമാരെ നിയമിക്കുന്നവരാണ് രാഷ്ട്രപതി. ജില്ലാ കോടതികളുടെയും കീഴ്ക്കോടതികളുടെയും മേൽനോട്ടം വഹിക്കുന്നത് ഹൈക്കോടതിയാണ്. സംസ്ഥാന നിയമസഭ പാസാക്കുന്ന നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നത് ആരാണ്? സംസ്ഥാന നിയമസഭ പാസാക്കുന്ന നിയമങ്ങൾ അതും ഹൈക്കോടതിയാണ്. ഇനി സിവിൽ കേസുകള്, അതുപോലെ ക്രിമിനലുമായ കേസുകളിൽ കീഴ്ക്കോടതികളിൽ നിന്നുള്ള അപ്പീൽ പരിഗണിക്കുന്ന കോടതി അത് ഹൈക്കോടതിയാണ്. ഇനി ലോക അദാലത്ത് എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ജനങ്ങളുടെ കോടതി. ലോക അദാലത്ത്, അദാലത്ത് വിളിക്കുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? കോടതിപരമായിട്ട്. ലോക അദാലത്ത് എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ജനങ്ങളുടെ കോടതി. സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും അധികം പണച്ചെലവില്ലാതെ നീതി ലഭ്യമാക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് സ്വീകരിച്ച നടപടി ലോക അദാലത്ത്. നോട്ട് ചെയ്ത് പഠിക്കണം. സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും അധികം പണച്ചെലവില്ലാതെ നീതി ലഭ്യമാക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് സ്വീകരിച്ച നടപടിയാണ് ലോക അദാലത്ത്. കീഴ്ക്കോടതികൾ ഏതെല്ലാം? ഏതൊക്കെയാണ് കീഴ്ക്കോടതികൾ? ജില്ലാ കോടതി, മുൻസിഫ് കോടതി, സബ് കോടതി, മജിസ്ട്രേറ്റ് കോടതി. ഇതിൽ നടക്കാത്ത കാര്യങ്ങളാണ് എവിടേക്ക് പോകുന്നത്? ഹൈക്കോടതിയിലേക്ക് പോകുന്നത്. ഹൈക്കോടതിയിൽ നടക്കാത്ത കാര്യങ്ങൾ എവിടേക്ക് പോകും? സുപ്രീം കോടതിയിലേക്ക് പോകുന്നത്. താലൂക്ക് തലത്തിലുള്ള കേസുകൾ പരിശോധിക്കുന്ന കോടതികൾ ഏതൊക്കെയാണ്? സബ് കോടതികൾ, മുൻസിഫ് കോടതി, മജിസ്ട്രേറ്റ്. ഇതൊക്കെ ഏതിലാണ്? താലൂക്ക് തലത്തിൽ കേസുകൾ പരിശോധിക്കുന്ന കോടതികളാണ്. ഇനി നമുക്ക് 9-ാം ക്ലാസ്സിലെ സ്റ്റാൻഡേർഡ് എവിടെ എത്തി? 9-ാം ക്ലാസ് എത്തി കേട്ടോ. 9-ാം ക്ലാസ്സിലെ ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും ലെസൺ 3 ആണ്. 9-ാം ക്ലാസ്സിലെയാണ്. നമ്മൾ 5, 6, 7, 8 ഇതിലെ ഭരണഘടനയിൽ നിന്ന് ഉള്ള ലെസൺസ് കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി 9-ാമത്തെ കേട്ടോ. 9-ാമത്തെ സ്റ്റാൻഡേർഡ് നമുക്ക് നോക്കാം. ഭരണഘടനയുടെ ആമുഖത്തിൽ ഇന്ത്യ എങ്ങനെയാണ്? ഇത് മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. ഓർഡർ ശ്രദ്ധിക്കണം. ഈ ഓർഡറിനെ തിരിച്ച് ഇട്ട് തരും. അത് നമ്മൾ കറക്റ്റ് ഓർഡർ നോട്ട് ചെയ്യണം. ഫസ്റ്റ് ഏത് വരും? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഇന്ത്യ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഒരു പരമാധികാര. ഫസ്റ്റ് പരമാധികാര, സ്ഥിതി സമത്വ, മതേതര, ജനാധിപത്യ റിപ്പബ്ലിക് ആണെന്ന് പ്രതിപാദിക്കുന്ന ഒരുപാട് പ്രാവശ്യം ക്വസ്റ്റ്യൻ ആണ്. ഇത് തിരിച്ച് തരും. കറക്റ്റ് ഓർഡർ ഇങ്ങനെയാണ്: ഒരു പരമാധികാര, സ്ഥിതി സമത്വ, മതേതര, ജനാധിപത്യ റിപ്പബ്ലിക് ആണ്. ഭരണഘടനയുടെ ഏതു ഭാഗത്തിലാണ് മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഭാഗം 3-ലാണ്. മോത്തിലാൽ നെഹ്റു റിപ്പോർട്ട് അവതരിപ്പിച്ച വർഷം? ഓക്കെ, ഞാൻ PP എന്ന് എഴുതാട്ടോ. എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇനി മോത്തിലാൽ നെഹ്റു റിപ്പോർട്ട് അവതരിപ്പിച്ച വർഷം ചോദ്യം ചോദിച്ചത് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്.
ഓക്കെ, 1928 എന്നുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതുപോലെ ആരാണ് നെഹ്റു റിപ്പോർട്ട് അവതരിപ്പിച്ചത് എന്നും ചോദിച്ചിട്ടുണ്ട്. അവിടെ ജവഹർലാൽ നെഹ്റു, മോത്തിലാൽ നെഹ്റു എന്നൊക്കെ തന്ന കൺഫ്യൂഷൻ ആവും അല്ലേ? അപ്പൊ ഇവിടെ ആരാണ്? അത് മോത്തിലാൽ നെഹ്റു ആണ് നെഹ്റു റിപ്പോർട്ട് അവതരിപ്പിച്ച വർഷം. ഏത് കമ്മിറ്റി നിർദ്ദേശിച്ച അവകാശങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ഭരണഘടനാ നിർമ്മാതാക്കൾ മൗലിക അവകാശങ്ങൾ തയ്യാറാക്കിയത്? അത് നമ്മുടെ നെഹ്റു കമ്മിറ്റിയാണ് കേട്ടോ. നെഹ്റു കമ്മിറ്റി ഏത് കമ്മിറ്റി നിർദ്ദേശിച്ച അവകാശങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ഭരണഘടനാ നിർമ്മാതാക്കൾ മൗലിക അവകാശങ്ങൾ തയ്യാറാക്കിയത് വെച്ചാൽ അത് നെഹ്റു കമ്മിറ്റിയാണ്. ഇനി ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ എത്രയാണ്? 6 നേരത്തെ ചർച്ച ചെയ്തു അല്ലെ? തൊട്ടുകൂടായ്മ നിരോധന നിയമം പ്രാബല്യത്തിൽ വന്നത് 1955 ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആരാണ്? BR അംബേദ്കർ. ധാരാളം മതങ്ങളുള്ള ഇന്ത്യയെ പോലെ ഒരു രാജ്യത്തെ ഗവൺമെന്റിന് ആധുനിക കാലഘട്ടത്തിൽ മതേതരത്തിൽ അധിഷ്ഠിതമായി അല്ലാതെ പ്രവർത്തിക്കാൻ സാധ്യമല്ല. നമ്മുടെ ഭരണഘടന മതേതര സങ്കല്പങ്ങളിൽ അധിഷ്ഠിതമായതും മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നതുമാണ്. ഈ വാക്കുകൾ ആരുടേതാണ്? ജവഹർലാൽ നെഹ്റു. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന് അറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താൽപര്യ സംരക്ഷണത്തിന് വേണ്ടി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലിക അവകാശം സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. ഓക്കെ, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. ഒരു വ്യക്തിക്ക് മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ അവ പുനഃസ്ഥാപിക്കുന്നതിന് നേരത്തെ പഠിച്ചു. മൗലിക അവകാശങ്ങളുമായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഏത് ഹൈക്കോടതിക്ക് മാത്രമാണ്, ഏത് കോടതിയിലാണ് അധികാരം? സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയെയോ മാത്രമേ നമുക്ക് എവിടെ സമീപിക്കാനായിട്ട് കഴിയുകയുള്ളൂ അല്ലെ? ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾ ഏതാണ്? 32 ഓക്കെ, ഹൃദയവും ആത്മാവും എന്നറിയപ്പെടുന്ന ആർട്ടിക്കിളാണ് 32. ഇത് വിശേഷിപ്പിച്ചതാരാണ്? അത് അംബേദ്കർ ആണ് കേട്ടോ. ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് BR അംബേദ്കർ ആണ്. പഠിക്കണം കേട്ടോ, അതൊക്കെ അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. മൗലിക അവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടി കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെ പറയുന്നത് റിട്ടുകൾ എന്നാണ്. മൗലിക അവകാശ സംരക്ഷണത്തിനായിട്ട് പുറപ്പെടുവിക്കുന്ന റിട്ടുകളുടെ എണ്ണം എത്ര റിട്ടാണ്? 5. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം എന്ന അർത്ഥം വരുന്ന റിട്ട് ഹേബിയസ് കോർപ്പസ്. സ്വന്തം കർത്തവ്യം നിറവേറ്റാൻ ഒരു ഉദ്യോഗസ്ഥനെയോ അല്ലെങ്കിൽ പൊതുസ്ഥാപനത്തെയോ അനുശാസിച്ചുകൊണ്ട് പുറപ്പെടുവിക്കുന്ന റിട്ടാണ് മാൻഡമസ്. ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്നതിനുള്ള റിട്ട് കോ വാറന്റോ. നിയമവിരുദ്ധവും നീതിരഹിതവുമായ വിചാരണ തടയാൻ പുറപ്പെടുവിക്കുന്ന റിട്ട് പ്രൊഹിബിഷൻ. ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്നത് സെർഷ്യോററി. അങ്ങനെ 5 തരം റിട്ടാണ്. 1 ഹേബിയസ് കോർപ്പസ്, 2 മാൻഡമസ്, 3 കോവാറന്റോ, 4 പ്രൊഹിബിഷൻ, 5 സെർഷ്യോററി. 5ഉം വ്യക്തമായിട്ട് പഠിക്കാം. നിയമവിരുദ്ധവും നീതിരഹിതവുമായ വിചാരണ തടയാൻ പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ്? അത് പ്രൊഹിബിഷൻ ആണ്. ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ട് സെർഷ്യോററി. നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. ഇനി നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ എത്രാമത്തെ ഭാഗത്താണ്? മൗലിക അവകാശങ്ങൾ നമ്മൾ എത്ര പറഞ്ഞു? 3 എന്ന് പറഞ്ഞു അല്ലെ? നിർദ്ദേശക തത്വങ്ങൾ പൗരത്വം എന്താണ്? പൗരത്വം 2, മൗലിക അവകാശങ്ങൾ 3, മാർഗനിർദ്ദേശക തത്വങ്ങൾ 4, മൗലിക കടമകൾ 4A. ഇങ്ങനെയാണ് കേട്ടോ പോണത്. 2 പൗരത്വം, 3 മൗലികാവകാശം, 4 മാർഗനിർദ്ദേശക തത്വം, 4A മൗലിക കടമകൾ. ഓർഡർ ആയിട്ട് പഠിക്കുക. ഇപ്പൊ നമ്മൾ ഇത് പഠിച്ചു, 3 കഴിഞ്ഞു അല്ലെ? മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞു. നമുക്ക് 4ാമത്തെ ഏതാണ്? മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഒരു ക്ഷേമരാഷ്ട്രം, ഇവിടെ നോട്ട് ചെയ്യണം, ഈ പോയിന്റ് ആണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്നത് വരുന്നത്. ഒരു ക്ഷേമരാഷ്ട്രം സൃഷ്ടിക്കുന്നതിന് സഹായകമാവുന്ന സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ പരിപാടികൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഭരണഘടനയിൽ എവിടെ ആണ്? മാർഗനിർദ്ദേശക തത്വങ്ങളിലാണ്. മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയുടെ ഏതു ഭാഗത്തിലാണ്? ഭാഗം 4A. എത്ര മൗലിക കർത്തവ്യങ്ങളാണ്? 11 മൗലിക കർത്തവ്യങ്ങളാണുള്ളത്. എത്ര മൗലിക കർത്തവ്യങ്ങൾ? 11. എത്ര മൗലികാവകാശങ്ങൾ? 6 മൗലികാവകാശം അല്ലെ? 6 മൗലികാവകാശം, 11 മൗലിക കർത്തവ്യങ്ങൾ.
ഇനി 9ാം ക്ലാസ്സിലെ തന്നെ 8ാമത്തെ ചാപ്റ്റർ ആണ് തെരഞ്ഞെടുപ്പും ജനാധിപത്യവും. നോക്കാം അല്ലെ. സ്വതന്ത്ര ഇന്ത്യയിലെ ഇന്ത്യയിലെയാണ് കേട്ടോ, കേരളത്തിലെയല്ല. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടന്ന വർഷം 1951, 52. കേരളത്തിൽ എപ്പോഴാണ് സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് നടന്നത്? 1957 അല്ലെ. ഇവിടെ ഇപ്പോൾ 51 to 52 രണ്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 1951 ഒക്ടോബർ 25 സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ട് രേഖപ്പെടുത്തിയ വോട്ടർ ആരാണ്? ശ്യാം ശരൺ നേഗി. അദ്ദേഹം ഈയിടെ അന്തരിച്ചു കേട്ടോ, ശ്യാം ശരൺ നേഗി. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇനി 2014 ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ അംബാസിഡർ ശ്യാം ശരൺ നേഗി. അദ്ദേഹം ഈയിടെ അന്തരിച്ചു, അതുകൊണ്ട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടന്ന വർഷം 51, 52 കാലഘട്ടത്തിലാണ്. 51 ഒക്ടോബർ 25 സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ട് രേഖപ്പെടുത്തിയ വോട്ടർ ആരാണ്? ശ്യാം ശരൺ നേഗി. 2014 ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ അംബാസിഡർ കൂടിയായിരുന്നു അദ്ദേഹം. പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ് രീതിക്ക് ഉദാഹരണമാണ്. ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. എല്ലാ സ്ലൈഡിലും ഞാൻ പി ക്യു അടയാളപ്പെടുത്തിയിട്ട് പോകുന്നില്ലേ? അപ്പൊ എത്രത്തോളം ആ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി തന്നെ പഠിക്കണം. അപ്പൊ ആ ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് കൊടുക്കുക. പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ് രീതിക്ക് ഉദാഹരണങ്ങളാണ് ലോകസഭാ തെരഞ്ഞെടുപ്പ്, സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ്, പ്രാദേശിക സ്വയംഭരണ. എന്താണ് പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ്? ജനങ്ങളെ നേരിട്ട് തെരഞ്ഞെടുക്കുന്നതാണ് അല്ലെ. ഇനി നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളിൽ നിന്ന് കുറച്ച് പേർ ചേർന്നിട്ട് വേറൊരാളെ തെരഞ്ഞെടുക്കുകയാണ് പരോക്ഷ തെരഞ്ഞെടുപ്പ് എന്ന് പറയും. നമ്മൾ ഉദാഹരണം പറഞ്ഞു അല്ലെ, നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വാർഡ് മെമ്പർ തെരഞ്ഞെടുക്കുന്നത് നമ്മളാണ്. പക്ഷെ അവിടെ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത് നമ്മളാണോ? അല്ല, ഈ വാർഡ് മെമ്പർ ഉൾപ്പെട്ട ഒരു ഗ്രൂപ്പാണ് എന്ത് ചെയ്യുന്നത്? പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ തെരഞ്ഞെടുക്കുന്ന വാർഡ് മെമ്പേഴ്സ് എന്താണ്? പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ് വരും. പ്രസിഡന്റോ പരോക്ഷ തെരഞ്ഞെടുപ്പ് വരും. അങ്ങനെ പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ് രീതിക്ക് ഉദാഹരണമാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ലോകസഭാ തെരഞ്ഞെടുപ്പ്, സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ്, പ്രാദേശിക സ്വയംഭരണ തെരഞ്ഞെടുപ്പ്. പരോക്ഷ തെരഞ്ഞെടുപ്പിന് ഉദാഹരണങ്ങൾ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്, ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്, രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് ഒട്ടിയാണ് രാജ്യസഭ. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്, ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്, രാജ്യസഭാ തെരഞ്ഞെടുപ്പ്. ഇന്ത്യയിലെ ആകെ നിയോജക മണ്ഡലങ്ങളുടെ എണ്ണം. എത്ര നിയോജക മണ്ഡലങ്ങളാണ് നമ്മുടെ ഇന്ത്യയിൽ? 543. കേരളത്തിൽ ലോകസഭാ മണ്ഡലങ്ങളുടെ എണ്ണം 20. കേരളത്തിൽ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം 140. ലോകസഭയിലെ പട്ടികജാതി സംവരണ മണ്ഡലം 84. ലോകസഭയിലെ പട്ടികവർഗ സംവരണ മണ്ഡലം 47. ഓക്കെ, ഓൾ PQ. എല്ലാം എടുത്തെടുത്ത് പറയുന്നില്ല, എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഒന്നുകൂടി വരാം. ഇന്ത്യയിലെ ആകെ നിയോജക മണ്ഡലങ്ങളുടെ എണ്ണം എത്ര ചോദിച്ചാൽ 543. കണക്ട് ചെയ്തോടെ ഇത് 5, 5 1 കുറച്ച് 4, 4 1 കുറച്ച് 3. കേരളത്തിലെ ലോകസഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്രയാണ്? 20 ലോകസഭാ മണ്ഡലം. ലോകസഭ ഇലക്ഷൻ വരെയല്ലേ. കേരളത്തിൽ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം 140. ലോകസഭയിലെ പട്ടികജാതി സംവരണ മണ്ഡലം 84. പട്ടികവർഗ സംവരണ മണ്ഡലം 47. ഭരണഘടന നിലവിൽ വന്നത് എപ്പോഴാണ്? 1950 ജനുവരി 20. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം നിലവിൽ വന്നത് 1950 ജനുവരി. ഭരണഘടന നിലവിൽ വന്ന അതേ സമയത്ത് തന്നെയാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശവും നിലവിൽ വന്നത്. ഭരണഘടനയിൽ സാർവത്രിക വോട്ടവകാശവുമായി ബന്ധപ്പെട്ട അനുച്ഛേദം 326 കേട്ടോ, 326. വോട്ടിംഗ് പ്രായം 21 നിന്നും 18 വയസ്സാക്കി കുറച്ച ആദ്യം എത്രയായിരുന്നു? 21 വയസ്സായിരുന്നു. പിന്നീട് എന്താക്കി? 18 വയസ്സാക്കിയിട്ട് മാറ്റി. അത് ഏത് ഭേദഗതിയിലൂടെ? 61ാമത്തെ ഭേദഗതിയിലൂടെ 1989 61ാമത്തെ ഭേദഗതിയിലൂടെയാണ് 21 വയസ്സിൽ നിന്നും 18 വയസ്സാക്കിയിട്ട് കുറച്ചത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഏത് സംസ്ഥാനത്താണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടന്നത്? നമ്മുടെ കേരളത്തിലാണ്. ഏത് വർഷം മുതലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ തെരഞ്ഞെടുപ്പ് നടന്നു തുടങ്ങിയത് ഉപയോഗിച്ചിട്ട്? 1990. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 1990 മുതലാണ് നമ്മുടെ കേരളത്തിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ട് തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നത്. ഇനി തെരഞ്ഞെടുപ്പിന്റെ പ്രായപരിധി എത്രയാണ്? രാഷ്ട്രപതി 35 വയസ്സാണ്. ഉപരാഷ്ട്രപതി 35 വയസ്സാണ്. രാജ്യസഭ 30 വയസ്സ്. ലോകസഭ 25, സംസ്ഥാന നിയമസഭ 25, നഗരസഭ 21, പഞ്ചായത്ത് 21. എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഇനി രാഷ്ട്രപതി എത്രയാണ്? 35, ഉപരാഷ്ട്രപതി 35, രാജ്യസഭ 30 ആണെങ്കിൽ ലോകസഭ 25, സംസ്ഥാന നിയമസഭ 25,
നഗരസഭകളും പഞ്ചായത്തും 21. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 3 അല്ലെ? ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും പിന്നെ 2 തെരഞ്ഞെടുപ്പ് കമ്മീഷൻസും. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, രാജ്യസഭ, ലോകസഭ, സംസ്ഥാന നിയമസഭ എന്നിവയ്ക്ക് തെരഞ്ഞെടുപ്പ് എന്നിവ നടത്തുന്നത് ആരാണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നത് ഏതൊക്കെയാണ്? രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്. നമ്മൾ പറഞ്ഞില്ലേ ഇലക്ട്രൽ കോളേജ് എന്ന് പറഞ്ഞു അല്ലേ? ലോകസഭയിലെയും രാജ്യസഭയിലെയും സംസ്ഥാന നിയമസഭയിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ചേർന്നിട്ടാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് പറയുന്നത്. അതുപോലെ ഉപരാഷ്ട്രപതി, രാജ്യസഭ, ലോകസഭ, സംസ്ഥാന നിയമസഭ തെരഞ്ഞെടുപ്പുകൾ എന്നിവ നടത്തുന്നത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ ഈ ബോക്സ് അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് ലെവലിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. തെരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കൽ, വോട്ടർ പട്ടിക തയ്യാറാക്കുക, തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിവിധ ഘട്ടങ്ങളുടെ തീയതി പ്രഖ്യാപിക്കുക, തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ അനുവദിക്കുക, പെരുമാറ്റച്ചട്ടം രൂപീകരിക്കല്, തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ നിയമനവും പരിശീലനവും, വോട്ടിംഗ്, വോട്ടെണ്ണൽ ഫലപ്രഖ്യാപനം, തെരഞ്ഞെടുപ്പ് കണക്ക് പരിശോധിക്കല്, ഇതൊക്കെ ആരുടെ ചുമതലയാണ്? ഇലക്ഷൻ കമ്മീഷന്റെ ചുമതലകളാണ്. ഇനി ദേശീയ പാർട്ടികളും സംസ്ഥാന പാർട്ടികളും. ഒരു ദേശീയ പാർട്ടിയാകാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? കുറച്ച് ക്ലിയർ കമ്മിയാണ് ഇല്ല ഇവിടെ. ഒരു രാഷ്ട്രീയ പാർട്ടിയെ ദേശീയ പാർട്ടിയായിട്ട് അംഗീകരിക്കണമെങ്കിൽ, അതായത് നാഷണൽ ലെവൽ ഒരു പാർട്ടിയായിട്ട് അംഗീകരിക്കണമെങ്കിൽ ലോകസഭാ തെരഞ്ഞെടുപ്പുണ്ടല്ലോ, അതില് ആകെ വോട്ടിന്റെ 6%, എത്രയാണ്? ലോകസഭാ തെരഞ്ഞെടുപ്പിൽ 6% വോട്ട്, അല്ലെങ്കിലോ 4 അല്ലെങ്കിൽ മോർ, 4 or more, 4ൽ കൂടുതൽ സംസ്ഥാനങ്ങളിൽ നിന്നായിട്ട് എന്ത് ചെയ്യണം? 4 അതിലധികമോ സംസ്ഥാനങ്ങളിൽ നിന്നായിട്ട് നേടിയിരിക്കണം. എത്ര? 6% വോട്ട്. അതായത് ഒരു രാഷ്ട്രീയ പാർട്ടിയെ ദേശീയ പാർട്ടിയായിട്ട് അംഗീകരിക്കണമെങ്കിൽ ആ പാർട്ടി ലോകസഭാ തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്ത ആകെ വോട്ടിന്റെ 6%, എത്ര വോട്ട് ചെയ്തോ അതിൽ 6% എത്ര സ്റ്റേറ്റിൽ നിന്ന് വാങ്ങിയിരിക്കണം? 4 അതിൽ കൂടുതലോ സംസ്ഥാനങ്ങളിൽ നിന്നായിട്ട് വാങ്ങിയിരിക്കണം. അല്ലെങ്കിലോ 1 അതിലധികമോ സംസ്ഥാനങ്ങളിൽ നിന്നായി 4 ലോകസഭാ സീറ്റ് ലഭിച്ചിരിക്കണം. അല്ലെങ്കിൽ 1 അതിൽ അധികമോ സംസ്ഥാനങ്ങളിൽ നിന്നായിട്ട് 4 സീറ്റ് അവിടെ ലഭിച്ചിരിക്കണം. ഇനി ഒരു സംസ്ഥാന പാർട്ടി ആകണമെങ്കിലോ, ഒരു പാർട്ടിയെ സംസ്ഥാന പാർട്ടിയായി പരിഗണിക്കണമെങ്കിൽ ആ പാർട്ടിക്ക് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെ പോൾ ചെയ്ത വോട്ടിന്റെ 6% വോട്ടും 2 സീറ്റും ലഭിച്ചിരിക്കണം. ഓക്കെ, ഒരു ദേശീയ പാർട്ടി ആകുമ്പോൾ ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഒരു ദേശീയ പാർട്ടി ആണെങ്കിൽ 6% വോട്ട് 4 അല്ലെങ്കിൽ അതിൽ കൂടുതൽ സംസ്ഥാനങ്ങളിൽ നിന്ന് നേടിയിരിക്കണം. 6% വോട്ട്. ഒരു സംസ്ഥാന പാർട്ടി ആകണമെങ്കിൽ 6% വോട്ട് എത്ര സ്റ്റേറ്റിൽ നിന്നാണ്? 2. ഓക്കെ, ആകെ പോൾ ചെയ്ത വോട്ടിന് 6% വോട്ടും അതുപോലെ 2 സീറ്റും ലഭിച്ചിരിക്കണം. 2 സീറ്റും ലഭിച്ചിരിക്കണം. ഇതാണ്. ഇനി 10ാം ക്ലാസ്സിലെ നമ്മൾ 5, 6, 7, 8, 9 ഭരണഘടനയിൽ നിന്നും കഴിഞ്ഞു. ഇനി 10ാമത്തെയാണ് കേട്ടോ. 10th സ്റ്റാൻഡേർഡിലെ 3ാമത്തെ ലെസൺ പൊതുഭരണം. 10th സ്റ്റാൻഡേർഡിലെ പൊതുഭരണം. ഒരു രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളും ഗവൺമെന്റിന്റെ നയപരിപാടികളും വികസന പദ്ധതികളും നടപ്പിലാക്കുന്നതിന് ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യ വിഭവങ്ങളും ഫലപ്രദമായി വിനിയോഗിക്കുന്നതാണ് ഇത് പൊതുഭരണം. പൊതുഭരണം എന്നാൽ ഗവൺമെന്റ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ് എന്ന് പറഞ്ഞത് എൻ ഗ്ലാഡൻ ആണ്. പൊതുഭരണം എന്നാൽ എന്താണ്? ഗവൺമെന്റ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ് എന്ന് പറഞ്ഞത് എൻ ഗ്ലാഡൻ ആണ്. സേവനം എന്ന അർത്ഥമുള്ള അഡ്മിനിസ്ട്രേഷൻ എന്ന വാക്കിന്റെ ഉത്ഭവം ഏതു ഭാഷയിൽ നിന്നാണ്? ലാറ്റിൻ ഭാഷയിൽ നിന്നാണ്. നിങ്ങൾ എന്തെങ്കിലും നടപ്പിലാക്കുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ട പാവപ്പെട്ടവനും നിസ്സഹായനുമായ ഒരുവന്റെ മുഖം ഓർക്കുക. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആ പാവപ്പെട്ടവനെ എങ്ങനെ സഹായകമാകുമെന്ന് സ്വയം ചോദിക്കുക എന്ന് പറഞ്ഞത് അത് ഗാന്ധിജിയാണ് കേട്ടോ. ഗാന്ധിജിയുടെ കോട്ട് നന്നായി ശ്രദ്ധിക്കണം. ഗ്രാമസ്വരാജ് എന്ന ആശയം കൊണ്ടുവന്നത് അതും ഗാന്ധിജിയാണ്. രാജ്യത്തിന്റെ ഭരണകാര്യങ്ങൾ നിർവഹിക്കുകയും പൊതുഭരണത്തിന് കീഴിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ പറയുന്ന പേരാണ് ബ്യൂറോക്രസി, അതായത് ഉദ്യോഗസ്ഥ വൃന്ദം.
ഇനി ഇന്ത്യൻ സിവിൽ സർവീസിനെ കുറിച്ച് പരിചയപ്പെടാം. അഖിലേന്ത്യാ സർവീസ് അല്ലെ, ഇതാണ് ഒന്ന്. അഖിലേന്ത്യാ സർവീസ്, ഇവിടെയോ കേന്ദ്ര സർവീസ്, ഇവിടെ സംസ്ഥാന സർവീസ്. അഖിലേന്ത്യാ സർവീസിൽ എന്താണ്, ദേശീയ തലത്തിൽ തെരഞ്ഞെടുക്കുന്നുണ്ട്. ഈ അഖിലേന്ത്യാ സർവീസിൽ നിന്ന് തെരഞ്ഞെടുക്കുന്നവര് കേന്ദ്ര സർവീസിലും അതുപോലെ ക്ലിയർ കമ്മിയാണ് കേട്ടോ, കേന്ദ്ര സർവീസിലും അതുപോലെ സംസ്ഥാന സർവീസിലും എന്ത് ചെയ്യും, നിയമിക്കപ്പെടും. അഖിലേന്ത്യാ സർവീസ് ആകുമ്പോൾ അവർ കേന്ദ്ര സർവീസിലും ഉണ്ടാകും, എവിടെയാണ്, സംസ്ഥാന സർവീസിലും ഉണ്ടാകും. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് ഉദാഹരണം ഏതൊക്കെയാണ്, IAS, IPS, IFS. IFS എന്താണ്, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്. IFS എന്താണ്, ഫോറസ്റ്റ് ആണ് കേട്ടോ, ഫോറസ്റ്റ് ആണ്, ഇന്ത്യൻ ഫോറസ്റ്റ്, ഫോറിൻ അല്ല, ഫോറസ്റ്റ് സർവീസ് ആണ്. ഇനി കേന്ദ്ര സർവീസ് ആകുമ്പോൾ അതും എങ്ങനെയാണ്, ദേശീയ തലത്തിലാണ് തെരഞ്ഞെടുക്കുന്നത്. പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് മാത്രം അധികാരമുള്ള ഭരണവകുപ്പുകളിലാണ് നിയമിക്കപ്പെടുന്നത്. ഇവിടെ നോട്ട് ചെയ്യേണ്ടത് അഖിലേന്ത്യാ സർവീസും കേന്ദ്ര സർവീസും, അഖിലേന്ത്യാ സർവീസും കേന്ദ്ര സർവീസും ദേശീയ തലത്തിലാണ് തെരഞ്ഞെടുക്കുന്നതെന്ന് മനസ്സിലാക്കുക. അഖിലേന്ത്യാ സർവീസ് ആകുമ്പോൾ അത് ഈ കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും നിയമിക്കപ്പെടും. കേന്ദ്ര സർവീസ് എന്ന് പറയുമ്പോൾ അത് കേന്ദ്രത്തിൽ മാത്രമേ നിയമിക്കപ്പെടുകയുള്ളൂ. ഉദാഹരണം ഇന്ത്യൻ ഫോറിൻ സർവീസ്, കാരണം ഇവിടെ ഫോറിൻ സർവീസ് വന്നു, ഇവിടെ ഫോറസ്റ്റ് വന്നു. ഇന്ത്യൻ റെയിൽവേ സർവീസ്, ഇതൊക്കെ എന്തിനു ഉദാഹരണമാണ്, കേന്ദ്ര സർവീസിന് ഉദാഹരണമാണ്. ഇനി സംസ്ഥാന സർവീസ്, സംസ്ഥാന തലത്തിൽ തെരഞ്ഞെടുക്കുന്നു. സംസ്ഥാന ഗവൺമെന്റുകളുടെ കീഴിൽ വരുന്ന വകുപ്പുകളിലാണ് നിയമിക്കപ്പെടുന്നത്. സെയിൽസ് ടാക്സ് ഓഫീസർക്ക് എന്താണ്, സംസ്ഥാന സർവീസിന് ഉദാഹരണമാണ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്, UPSC കേട്ടോ, അത് രാഷ്ട്രപതിയാണ് അല്ലെ. ജില്ലയിലെ ഏറ്റവും ഉയർന്ന ഭരണാധികാരി ജില്ലാ കളക്ടറാണ്. PSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ്. PSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ്, നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ് കേട്ടോ, നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് ഉദാഹരണമാണ് UPSC, PSC. എന്താണ് ഭരണഘടനാ സ്ഥാപനം പറയുമ്പോൾ, ഇവർക്ക് ആർട്ടിക്കിൾ ഉണ്ടാവും, UPSCക്ക് അതുപോലെ PSCയുടെ ഒക്കെ ആർട്ടിക്കിൾ എത്രയാണ്, 315 അല്ലേ, 315 അല്ലേ. PSCയെ കുറിച്ച് നമ്മൾ ഓർത്താൽ മതി. കോഡ് എങ്ങനെയാണെന്നറിയോ, നമ്മുടെ എക്സാം കഴിയുന്നത് 3:15 എക്സാം കഴിയുക. ഓക്കെ, അപ്പം 315 അങ്ങനെ കണക്കാക്കുക. ഈ ഗവേണൻസ് എന്താണ്, ഈ ഗവേണൻസ് സുതാര്യവും ചുറുചുറുക്കുമുള്ള ഗവൺമെന്റിന്റെ പദ്ധതി എല്ലാവരിലും സുരക്ഷിതമായും വേഗത്തിലും ഡിപ്പാർട്ട്മെന്റ് തലത്തിലുമുള്ള തടസ്സങ്ങളില്ലാതെയും എത്തുന്ന വിവരങ്ങൾ എല്ലാ പൗരന്മാർക്കും യാതൊരു പക്ഷഭേദവുമില്ലാതെ വ്യക്തമായ സേവനം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ഈ ഗവേണൻസ്. ഇത് കൊണ്ടുവന്ന ആരാണ്, ഇത് മുൻതൂക്കം കൊടുത്തത് ആരാണ്, അത് APJ അബ്ദുൽ കലാം ആണ് കേട്ടോ. ഈ ഗവേണൻസ് എന്ന് പറയുമ്പോൾ തന്നെ APJ അബ്ദുൽ കലാം ഓർക്കുക. ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗമാണ് ഏത്, ഈ ഗവേണൻസ്. ഹയർ സെക്കൻഡറി പ്രവേശനത്തിനുള്ള ഏകജാലക അപേക്ഷ, വിവിധ സ്കോളർഷിപ്പുകൾക്കായിട്ടുള്ള ഓൺലൈൻ അപേക്ഷ എന്നിവയൊക്കെ എന്താണ്, ഈ ഗവേണൻസിന് ഉദാഹരണങ്ങളാണ്. ഈ ഗവേണൻസിലൂടെ ഗവൺമെന്റ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായിട്ട് രൂപം നൽകിയിരിക്കുന്ന സംരംഭമാണിത്, അക്ഷയ കേന്ദ്രങ്ങൾ. ഇന്റർനെറ്റ്, ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ പ്രാഥമിക അറിവാണ് ഈ സാക്ഷരത. വിവരാവകാശ നിയമം പാർലമെന്റ് പാസാക്കിയത്, വിവരാവകാശ നിയമം നിലവിൽ വന്നത്, പാസാക്കിയതൊക്കെ ചോദിച്ചെന്താണ്, 2005. വിവരാവകാശ നിയമം നിലവിൽ വരാൻ കാരണമായ രാജസ്ഥാനിലെ സംഘടന മസ്തൂർ കിസാൻ ശക്തി സംഗഠൻ. വിവരാവകാശ നിയമത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, വിവരാവകാശ നിയമത്തിന്റെ ലക്ഷ്യങ്ങൾ, ഗവൺമെന്റിന്റെ പ്രവർത്തനം സുതാര്യമാക്കുക, അഴിമതി നിയന്ത്രിക്കുക, ഉദ്യോഗസ്ഥരുടെ ഇടയിൽ ഉത്തരവാദിത്വ ബോധം ഉറപ്പാക്കുക. മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10ൽ കവിയാത്ത അംഗങ്ങളും വിവരാവകാശ കമ്മീഷനിൽ ഉണ്ടാകും. 10ൽ കൂടാത്ത അംഗങ്ങൾ കേട്ടോ. മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഉണ്ടാകും. പിന്നെ അംഗങ്ങൾ എത്ര പാടില്ല, 10ൽ കവിയാൻ പാടില്ല. ഇതാണ് വിവരാവകാശ കമ്മീഷനിൽ ഉണ്ടായിരിക്കേണ്ടത്. വിവരാവകാശ നിയമപ്രകാരം വെളിപ്പെടുത്തേണ്ടതില്ലാത്ത വിവരങ്ങൾ ഏവയ്ക്കാണ്, വ്യക്തിയുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയായവ, രാജ്യസുരക്ഷയെയും അഖണ്ഡതയെയും ബാധിക്കുന്നവ, കോടതി പരിഗണനയിൽ ഉള്ളവ. ഇതൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, വിവരാവകാശ നിയമപ്രകാരം ഒരാൾ അപേക്ഷിച്ചാലും അത് കൊടുക്കേണ്ട ആവശ്യം ഇല്ല.
വിവരാവകാശ പ്രകാരം വിവരം സമയത്തിന് നൽകാതിരിക്കുകയോ തെറ്റായ വിവരങ്ങൾ നൽകുകയോ ചെയ്താൽ വിവരം നൽകിയ ഉദ്യോഗസ്ഥന് മേൽ ഓരോ ദിവസവും എത്ര രൂപ വെച്ച് ചുമത്താം? പിഴ 250 രൂപ. സർക്കാർ സേവനങ്ങൾ കൃത്യമായും ഉറപ്പായും ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ അവസരമൊരുക്കുന്ന നിയമമാണ് സേവന അവകാശ നിയമം. സർക്കാരിന്റെ സേവനങ്ങൾ കൃത്യമായും ഉറപ്പായും ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ അവസരമൊരുക്കുന്ന നിയമമാണ് സേവനാവകാശ നിയമം. ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിന് രൂപം നൽകിയിരിക്കുന്ന സ്ഥാപനങ്ങളാണ് ലോക്പാലും ലോകായുക്തയും. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിന് രൂപം നൽകിയ സ്ഥാപനം ഏതാണ്? അത് ലോക്പാലാണ്. ഓക്കെ, പ്രീവിയസ് ആണ് കേട്ടോ. ഏതാണ്? ദേശീയ തലത്തിലാകുമ്പോൾ ലോക്പാല്, സംസ്ഥാന തലത്തിലാകുമ്പോൾ ലോകായുക്ത. ശ്രദ്ധിക്കണം, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അത് ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റഡ് ആണ്. സംസ്ഥാന തലത്തിലാകുമ്പോൾ എങ്ങനെയാണ്? അത് ലോകായുക്തയാണ്. കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുമായി ബന്ധപ്പെട്ട് അഴിമതി തടയുന്നതിന് 1964 നോട്ട് ചെയ്യണം കേട്ടോ. 1964 ദേശീയ തലത്തിൽ രൂപം നൽകിയ സ്ഥാപനമാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. സംസ്ഥാന ഗവൺമെന്റ് ഓഫീസുകളിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുന്നത് സംസ്ഥാന വിജിലൻസ് കമ്മീഷനാണ്. വിജിലൻസ് കേസുകളിൽ തീർപ്പ് കൽപ്പിക്കുന്നത് വിജിലൻസ് കോടതികളാണ്. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും അഴിമതിയോ സ്വജനപക്ഷപാതമോ ധനദുർവിനിയോഗമോ ചുമതലകളിൽ വീഴ്ചയോ വരുത്തിയാൽ അതിനെതിരെ പരാതി നൽകാനുള്ള മറ്റൊരു സംവിധാനമാണ് ഓംബുഡ്സ്മാൻ. ഓംബുഡ്സ്മാനായി നിയമിക്കുന്നത് ആരാണ്? വിരമിച്ച ഹൈക്കോടതി ജഡ്ജിയാണ്. ബാങ്കിംഗ് രംഗത്തെ ഇടപാടുകാരുടെ പരാതി കേൾക്കാനും പരിഹരിക്കാനുമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? ഓംബുഡ്സ്മാൻ ആരംഭിച്ചത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് 10ാം ക്ലാസ്സിലെ തന്നെ 9ാമത്തെ ചാപ്റ്റർ, രാഷ്ട്രവും രാഷ്ട്രതന്ത്ര ശാസ്ത്രവും. രാഷ്ട്രം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? നിക്കോളോ മാക്യവല്ലി. നിക്കോളോ മാക്യവല്ലിയാണ് രാഷ്ട്രം എന്ന പദം ആദ്യമായിട്ട് പ്രയോഗിച്ചത്. സമുദ്ര സമീപമുള്ള രാജ്യങ്ങളുടെ തീരപ്രദേശത്ത് നിന്നും 12 നോട്ടിക്കൽ മൈൽ കടലും ഭൂപ്രദേശത്തിന്റെ ഭാഗമായി കണക്കാക്കുന്നതാണ് ടെറിട്ടോറിയൽ വാട്ടേഴ്സ്. രാഷ്ട്രത്തിന് വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കുകയും നടപ്പിലാക്കുകയും നീതി ഉറപ്പാക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ ഗവൺമെന്റ്. ഓക്കെ, രാഷ്ട്രത്തിന് വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കുക, അതുപോലെ അത് നടപ്പാക്കുക, നീതി ഉറപ്പാക്കുക, അതൊക്കെ ചെയ്യുന്നത് ആരാണ്? ഗവൺമെന്റ് ആണ്. ബാഹ്യ നിയന്ത്രണങ്ങളില്ലാതെ ആഭ്യന്തര വിഷയങ്ങളിൽ എങ്ങനെയാണ്? ബാഹ്യ നിയന്ത്രണങ്ങൾ ഇല്ലാതെ ആഭ്യന്തര വിഷയങ്ങളിൽ തീരുമാനമെടുക്കാനും അന്തർദേശീയ വിഷയങ്ങളിൽ സ്വതന്ത്രമായ നിലപാട് എടുക്കാനുള്ള പൂർണ്ണമായ അധികാരം രാഷ്ട്രത്തിനുണ്ട്. രാഷ്ട്രത്തിന്റെ ഈ അധികാരത്തിനെ പറയുന്നതാണ് പരമാധികാരം. ഐക്യരാഷ്ട്രസഭയിൽ 193ാമത് അംഗമായ രാജ്യം ദക്ഷിണ സുഡാൻ. സുഡാൻ വിഭജിച്ച് 2011 രൂപീകൃതമായ രാഷ്ട്രമാണ് ദക്ഷിണ സുഡാൻ. രാഷ്ട്രത്തിന്റെ ലക്ഷ്യം ഏറ്റവും കൂടുതൽ പേർക്ക് ഏറ്റവും കൂടുതൽ നന്മ ചെയ്യലാണ്. ജർമിംഗ് ബന്ധാമിന്റെ വാക്കുകളാണ്. എന്തൊക്കെയാണ് ഒരു പൗരന്റെ രാഷ്ട്രീയമായിട്ടുള്ള അവകാശങ്ങൾ? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, സ്റ്റേറ്റ്മെന്റ് ലെവലിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വോട്ട് ചെയ്യാനുള്ള അവകാശം, ഗവൺമെന്റിനെ വിമർശിക്കാനുള്ള അവകാശം, സംഘടന രൂപീകരിക്കാനുള്ള അവകാശം, ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കാനുള്ള അവകാശം, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം. ഇതൊക്കെ എന്താണ്? ഓരോ വ്യക്തിയുടെയും രാഷ്ട്രീയപരമായിട്ടുള്ള അവകാശങ്ങളാണ്. ഇനി രാഷ്ട്ര രൂപീകരണ സിദ്ധാന്തങ്ങൾ. ദൈവദത്ത സിദ്ധാന്തമുണ്ട്, പരിണാമ സിദ്ധാന്തമുണ്ട്, സാമൂഹിക ഉടമ്പടി സിദ്ധാന്തമുണ്ട്, ശക്തി സിദ്ധാന്തമുണ്ട്. ഇതൊക്കെ നമുക്ക് സെന്റൻസിൽ നിന്ന് വെച്ചിട്ട് തന്നെ എടുക്കാം. ദൈവദത്ത സിദ്ധാന്തം, ഇതിൽ നിന്ന് ഏതോ ഒരു ക്വസ്റ്റ്യൻ ഒരു വർഷം മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. രാഷ്ട്രം ദൈവ സൃഷ്ടിയാണ്. രാജാവ് ദൈവത്തിന്റെ പ്രതിപുരുഷനാണ്. ദൈവത്തോട് മാത്രമേ രാജാവിന് കടപ്പാടുള്ളൂ. ഏത് സിദ്ധാന്തം? ദൈവം എന്ന് പറയുമ്പോൾ ദൈവദത്ത സിദ്ധാന്തം. രാഷ്ട്രം ചരിത്ര സൃഷ്ടിയാണ്. സാമൂഹിക പരിണാമ പ്രക്രിയയുടെ ഫലമായിട്ട് രൂപം കൊണ്ടു. ഇത് പരിണാമ സിദ്ധാന്തം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടത്. ഇനി സാമൂഹിക ഉടമ്പടി സിദ്ധാന്തം. ജനങ്ങൾ രൂപം നൽകിയ ഒരു കരാറിലൂടെ രാഷ്ട്രം നിലനിൽക്കുമ്പോഴാണത് ഒരു സാമൂഹിക ഉടമ്പടി സിദ്ധാന്തം എന്ന് പറയുന്നത്. മനുഷ്യന്റെ ആവശ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി അവർ രാഷ്ട്രത്തിന് രൂപം നൽകി. ഇനി ശക്തി സിദ്ധാന്തം. ശക്തരായവർ ദുർബലരായവരുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചതിലൂടെ രാഷ്ട്രം രൂപീകരിക്കപ്പെട്ടു. ഇതാണ് ഇത് ശക്തി സിദ്ധാന്തം. കേരളത്തിൽ ചെലവ് കുറഞ്ഞ പാർപ്പിട നിർമ്മാണ രീതി അവതരിപ്പിച്ച വ്യക്തിയാണ് ലാറി ബേക്കർ. അദ്ദേഹം ബ്രിട്ടൻകാരാണ് കേട്ടോ. രാജ്യം കൂടി പഠിക്കാനാണ്. സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ ഇങ്ങനെയൊക്കെ ചോദ്യം. അദ്ദേഹം അയർലൻഡുകാരനാണ്, ഫ്രാൻസുകാരനാണ് എന്നൊക്കെ ക്വസ്റ്റ്യൻ വരും. ലാറി ബേക്കർ ആരാണ്? ബ്രിട്ടൻകാരാണ്. ബേക്കറിൽ ബാന്ന് കണക്ട് ചെയ്തോളൂ കേട്ടോ. ബ്രിട്ടൻ. കേരളത്തിൽ ഏറ്റവും ചെലവ് കുറഞ്ഞ
പാർപ്പിട നിർമ്മാണ രീതി അവതരിപ്പിച്ചതാണ് ലാറി ബേക്കർ. വാസ്തുവിദ്യാ മേഖലയിലെ ഗാന്ധി എന്നറിയപ്പെട്ടത് ആരാണ്? ലാറി ബേക്കർ ആണ്. ലാറി ബേക്കർ 1917 ബ്രിട്ടനിലെ ബർമിംഗ്ഹാമിലാണ് ജനിച്ചത്. 1945 ലെപ്രസി മിഷന്റെ ഭാഗമായിട്ട് ഇന്ത്യയിലെത്തി. ലാറി ബേക്കർ എപ്പോഴാണ്? 1917 ബ്രിട്ടനിലെ ബർമിംഗ്ഹാമിലാണ് ജനിച്ചത്. 1945 ലെപ്രസി മിഷന്റെ ഭാഗമായിട്ട് ഇന്ത്യയിലെത്തി. ലാറി ബേക്കർ ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച വർഷം 1989. ജന്മന ലഭിക്കുന്ന പൗരത്വമാണ് സ്വാഭാവിക പൗരത്വം. ഒരു രാജ്യത്തെ നിലവിലുള്ള നിയമാനുസൃത നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് ഒരാൾ നേടുന്ന പൗരത്വത്തിനെ പറയുന്നത് ആർജിത പൗരത്വം. അപ്പൊ നമ്മൾ ഓരോരുത്തരും എന്താണ്? ഒരു സ്വാഭാവിക പൗരത്വം നേടിയ ആൾക്കാരാണ് അല്ലെ. നമ്മൾ ഓരോരുത്തരും സ്വാഭാവിക പൗരത്വം, അതായത് ജന്മന ലഭിച്ച നമുക്കൊരു പൗരത്വമാണ്. പക്ഷെ നമ്മൾ വേറൊരു നിയമത്തിലൂടെയാണ് നമ്മൾ ഇന്ത്യയിലെ പൗരത്വം ഏറ്റെടുത്തത് എങ്കിൽ അതിനെ പറയുന്നതാണ് ആർജിത പൗരത്വം. രാഷ്ട്രത്തെക്കുറിച്ചും ഗവൺമെന്റിനെ കുറിച്ചിട്ടുമുള്ള പഠനമാണ് രാഷ്ട്രതന്ത്രശാസ്ത്രം. രാഷ്ട്രതന്ത്രശാസ്ത്രം എന്നത് ആരുടെ എന്ന് ചോദിച്ചിട്ടുണ്ട്? അരിസ്റ്റോട്ടിലിന്റേതാണ്. ആരുടെ പ്രശസ്ത പുസ്തകമാണ് പൊളിറ്റിക്സ്? അരിസ്റ്റോട്ടിൽ. രാഷ്ട്രതന്ത്രശാസ്ത്രത്തിന്റെ പിതാവ്, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നത്. രാഷ്ട്രതന്ത്രശാസ്ത്രത്തിന്റെ പിതാവ് അരിസ്റ്റോട്ടിൽ. നഗരരാഷ്ട്രം എന്ന അർത്ഥം വരുന്ന ഗ്രീക്ക് പദമായ പോളിസ് എന്ന വാക്കിൽ നിന്നാണ് പൊളിറ്റിക്സ് എന്ന പദം. അപ്പൊ പോളിസ് എന്നത് എന്താണ്? ഒരു ഗ്രീക്ക് പദമാണ്. അതിൽ നിന്നാണ് പൊളിറ്റിക്സ് എന്ന പദം രൂപം കൊണ്ടത്. പൊളിറ്റിക്സ് ഏതിൽ നിന്നാണ്? പോളിസ് എന്ന ഗ്രീക്ക് പദത്തിൽ. ഇനി അരിസ്റ്റോട്ടിലിന്റെയും അതുപോലെ പ്ലേറ്റോയുടെയും രണ്ട് കോട്ടിംഗ് ശ്രദ്ധിക്കണം. നോക്കാം. അരിസ്റ്റോട്ടിലിന്റെ ഒരു രാഷ്ട്രത്തിന്റെ നിയമനിർമ്മാണ നടപടികളിലും നീതി നിർവഹണത്തിലും, ഒരു രാഷ്ട്രത്തിന്റെ എങ്ങനെയാണ്? ഒരു രാഷ്ട്രത്തിന്റെ നിയമനിർമ്മാണ നടപടികളിലും നീതി നിർവഹണത്തിലും പങ്കെടുക്കാൻ അധികാരമുള്ള ഏതു വ്യക്തിയെയും ആ രാഷ്ട്രത്തിന്റെ പൗരൻ എന്ന് വിളിക്കാം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പൗരത്വവുമായി ബന്ധപ്പെട്ട് ആരുടെ കാഴ്ചയാണിത്? അരിസ്റ്റോട്ടിലിന്റെ കാഴ്ചപ്പാടാണ്. നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതിരിക്കുന്നതിന്റെ പരിണിത ഫലം നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കും എന്നതാണ്. ഇങ്ങനെ അഭിപ്രായപ്പെട്ടതും പ്ലേറ്റോയാണ്. രണ്ട് കോട്ട്സും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ 5ാം ക്ലാസ് മുതൽ തൊട്ടിട്ട് 10ാം ക്ലാസ് വരെയുള്ള എല്ലാതും കേട്ടോ നമ്മൾ ലെസണിൽ, നമ്മൾ എല്ലാ ലെസണും അല്ല, ഭരണഘടനയുമായിട്ട് നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ടോ അത് 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കംപ്ലീറ്റ് ആക്കി. ഇനി നമുക്ക് +1 ഓരോ ലെസൺ വെച്ചിട്ട് ചർച്ച ചെയ്തു പോകാം. അടുത്ത ക്ലാസ്സുകളിൽ പ്രീവിയസ് ക്വസ്റ്റ്യനും ഡെയിലി നമുക്ക് ചെയ്തിട്ട് പോകണം. ഇപ്പൊ നമ്മൾ 9 പ്രീവിയസ് ക്വസ്റ്റ്യൻ 2023 LGS നിലവാരത്തിൽ നടന്ന 9 ക്വസ്റ്റ്യൻ പേപ്പർ ചർച്ച ചെയ്തിട്ടുണ്ട്. ഡെയിലി ഓരോ പ്രീവിയസ് ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യുക എന്നാണ് ലക്ഷ്യം കേട്ടോ. അപ്പോൾ ഡെയിലി ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാവണം. LGS കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 10th ലെവൽ എക്സാമിന്റെ എടുക്കാം 2023. പിന്നെ +1 +2ന്റെയും പ്രീവിയസ് ക്വസ്റ്റ്യൻ 2023 കഴിച്ചിട്ട് 2022 പോകും. എന്നിട്ട് പിന്നെ 2021 പോകും കേട്ടോ. തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം കേട്ടോ. കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് ഡെയിലി പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് SCRT എല്ലാം കംപ്ലീറ്റ് ഇതുപോലെ നമുക്ക് മാരത്തോൺ ആയിട്ട് തന്നെ ചെയ്യാം കേട്ടോ. ഇനി ഒരു ലെസൺ വെച്ചിട്ട് സമയം നമുക്ക് വെറുതെ കളയണ്ടല്ലോ. നമുക്ക് കുറേ പഠിച്ചു കഴിയേണ്ടി വരും. അപ്പോൾ നമുക്കിപ്പോൾ ഭരണഘടന കഴിഞ്ഞു. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള ഭരണഘടന കഴിഞ്ഞു. അങ്ങനെ ഇനി നമുക്ക് കേരള ഹിസ്റ്ററി, അതുപോലെ ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി, ഇന്ത്യൻ ഹിസ്റ്ററി, അങ്ങനെയുള്ള നമുക്ക് എന്ത് ചെയ്യാം? സയൻസ്, അങ്ങനെ എല്ലാം ഇതേപോലെ ഒരു മാരത്തോൺ പോലെ ഓരോരോ മാരത്തോൺ ആയിട്ട് ചെയ്തു തരാം കേട്ടോ. തീർച്ചയായിട്ടും സപ്പോർട്ട് വേണം. കൂടെ +1 +2 എല്ലാം ആഡ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ താഴെ എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ. എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ കമന്റ് ചെയ്യാം. നന്നായി പഠിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.